സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം ഭാഗവതം നിത്യ ജീവിതത്തിൽ എന്നുള്ളതാണ്. ഭാഗവതം എന്ന് പറയുമ്പോൾ ഭഗവാനെ സംബന്ധിച്ചത്, ഭഗകൾ ഉള്ളവൻ ഭഗവാൻ, നമുക്കും ഭഗവാനാവാം. 6 ഗുണങ്ങളുണ്ടാവും: സമ്പൂർണ്ണ ഐശ്വര്യം, സമ്പൂർണ്ണ ധർമ്മം, സമ്പൂർണ്ണമായുള്ള ശ്രേയസ്, സമ്പൂർണ്ണ ശ്രീ, ജ്ഞാനം, വൈരാഗ്യം. ഇത്തരത്തിലുള്ള ഭഗകൾ ഉള്ളവരെ ഭഗവാൻ എന്ന് വിളിക്കാം. ഭഗവാൻ വേദവ്യാസൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഭഗവാൻ മഹാദേവൻ, ഇത്തരത്തിലുള്ള ഈ ഗുണങ്ങളുള്ളവരെ നമ്മൾ ഭഗവാൻ എന്ന് വിളിക്കും. രമണ മഹർഷിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. രമണ ഭഗവാൻ തിരുവണ്ണാമലയിലുള്ള ഒരു ഋഷിയാണ് അദ്ദേഹം. അങ്ങനെ ഒരു വ്യക്തിക്ക് നരനിൽ നിന്നും നാരായണനിലേക്കുള്ള യാത്രയാണ് നമ്മുടെ ജീവിതം. ഏതൊരു വ്യക്തിയും ആയിത്തീരേണ്ടത് നാരായണനാണ്. ആ യാത്രയിലാണ് നമ്മളൊക്കെ ഉള്ളത്. ഭാരതത്തിൻ്റെ ഒരു ശ്രേഷ്ഠത തന്നെ അതാണ്. നമ്മൾ നമസ്കാരം കൊടുക്കുന്നത് ആർക്കാണ്? ഋഷിതുല്യമായിട്ടുള്ള സന്യാസ പരമ്പരയ്ക്കാണ്. ഏറ്റവും ധനം നേടിയ വ്യക്തികൾക്കല്ല, ഏറ്റവും സമാധാനമായിരുന്നുകൊണ്ട് നമുക്കൊക്കെ അനുഗ്രഹം ചൊരിയുന്ന ഋഷി പരമ്പരയ്ക്കാണ് നമ്മുടെയൊക്കെ നമസ്കാരം. മറ്റുള്ള രാജ്യങ്ങളിൽ ഏറ്റവും ധനവാനാണ് ഏറ്റവും വലിയ വ്യക്തിയായിട്ട് കണക്കാക്കുന്നത്. ഭാരതത്തിൽ മാത്രമാണ് 3 തരത്തിലുള്ള ആളുകളുള്ളത്. ഒന്ന് ഉള്ളവൻ, മറ്റൊന്ന് ഇല്ലാത്തവൻ, മൂന്നാമത്തെ ഒരു വിഭാഗക്കാരുണ്ട് ഉണ്ടായിട്ടും വേണ്ടാത്തവർ. അത്തരത്തിലുള്ള ആളുകൾക്കാണ് നമ്മൾ നമസ്കാരം കൊടുക്കുന്നത്. നമ്മൾ അവരെയാണ് ഏറ്റവും മുകളിലായിട്ട് കരുതുന്നത്. കാരണം എന്തൊക്കെ ഉണ്ടെങ്കിലും ആ ഭഗവാന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെയധികം ബുദ്ധിമുട്ടാവും. ആകെ വിഷാദം വരും, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും. ഇതിനെയൊക്കെ തരണം ചെയ്യാൻ മഹാവിശാല ബുദ്ധിയായിട്ടുള്ള വേദവ്യാസ മഹർഷി നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് ഭാഗവതം. അദ്ദേഹം ഇങ്ങനെ വളരെ വിശാലമായിട്ടിരിക്കുമ്പോൾ സാക്ഷാൽ മഹർഷിയായിട്ടുള്ള നാരദ മഹർഷി അതുവഴി ഇങ്ങനെ വരാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് മഹർഷിയെ വ്യാസഭഗവാനെ അങ്ങേക്കൊരു നിരാശ, ആകൊരു വിഷാദം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താണെന്ന് അറിയില്ല, വേദങ്ങളൊക്കെ ഞാൻ 4ആയിട്ട് പകുത്തു, അത് കഴിഞ്ഞ് പുരാണങ്ങൾ സൃഷ്ടിച്ചു, ഉപനിഷത്തുകൾ എഴുതി, ഇതൊക്കെ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിനൊരു ആനന്ദം കിട്ടുന്നില്ല. അപ്പോൾ ഉടനെ ആ നാരദ മഹർഷി ചോദിച്ചു, അങ്ങ് ഭഗവാനെ കുറിച്ച് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? നമ്മളോടാണ് ചോദ്യം. നമ്മൾ പലതരത്തിലുള്ള ധനങ്ങളുണ്ടാക്കി, വീടുണ്ടാക്കി, കാറൊക്കെ ഉണ്ടാക്കി, കുട്ടികളൊക്കെ ഉണ്ടായി, എന്നിട്ടും നമ്മൾ ഭഗവാനെ സ്മരിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെയധികം ബുദ്ധിമുട്ടായി മാറും എന്ന് പറയാം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു നാരദനോട്, മഹർഷിയെ ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ കൃഷ്ണൻ്റെ ലീലകളെക്കുറിച്ച് ഒരു ഗ്രന്ഥം രചിക്കൂ. അതിപ്പോൾ കലിയുഗമാണ് വരാൻ പോകുന്നത്. കലിയുഗം വന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ സ്വധാമത്തിലേക്ക് മടങ്ങും. അപ്പം ഞാനിപ്പോൾ എങ്ങനെയപ്പോൾ ഇത് എഴുതാം? എല്ലാം കഴിഞ്ഞില്ലേ, ലീലകളൊക്കെ കഴിഞ്ഞല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഒരു ഭയവും വേണ്ട, അങ്ങ് സമാധിയിൽ നിന്നുകൊണ്ട് എല്ലാം താങ്കൾക്ക് ദർശിക്കാൻ പറ്റുന്ന. അപ്പോൾ വ്യാസൻ ഈ എഴുതിയ ഭാഗവതയുടെ ഭാഷ സമാധിയാണ്, സമാധി ഭാഷ. സമമായ ദി, സമം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, എല്ലാം സമദർശിത്വം, എല്ലാവരെയും ഞാൻ ബ്രഹ്മമായി കാണുന്ന ആ ഒരു തലമാണ് ഈശ്വരൻ്റെ തലം. ഇവിടെ ഈശ്വരനല്ലാതെ വേറെ ഒന്നുമില്ല. വിഷ്ണു എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തിവിശേഷത്തിൻ്റെ പേരാണ് വിഷ്ണു എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അനങ്ങാൻ പറ്റില്ല, സ്റ്റില്ലാണ്.
നമ്മുടെ വാച്ചിൽ കാണാം സെക്കൻഡ് സൂചിയേ ഉണ്ടാവുള്ളൂ. എല്ലാവരുടെയും വാച്ചിൽ സെക്കൻഡ് സൂചിയാണ്. അപ്പോൾ ഈ ഫസ്റ്റ് സൂചി എവിടെ പോയി എന്ന് ചോദിക്കണം. ആദ്യത്തെ സൂചി എവിടെ? എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ ഫസ്റ്റ് കിട്ടും ഒരാൾക്ക്, സെക്കൻഡ് ഉണ്ടാവും, തേർഡൊക്കെ ഉണ്ടാവില്ല. അതേപോലെ നമ്മുടെ ഈ വാച്ചിൽ രണ്ടാമത്തെ സൂചിയേ ഉള്ളൂ. ആദ്യത്തെ സൂചിയാണ് കൃഷ്ണൻ, അത് സ്റ്റില്ലാണ്. അതിൽ നിന്ന് പിന്നെ ഉണ്ടാവുന്ന ഓരോ ചലനങ്ങളും രണ്ടാം സ്ഥാനമേ ഉള്ളൂ, അത് സമയമാണ്. നമ്മളൊരു കഥ കേട്ടിട്ടില്ലേ, കൃഷ്ണ ഭഗവാൻ മുമ്പിൽ ഇങ്ങനെ ഓടാണ്, പുറകിൽ കാലയവനൻ ഇങ്ങനെ പിടിക്കാനായിട്ട് പോവാം. അപ്പോൾ ആരോ പറഞ്ഞു, നിങ്ങളുടെ ഭഗവാൻ പേടിത്തൊണ്ടനാന്ന് തോന്നുന്നത്, പുറകിൽ ഇയാൾ വരുമ്പോൾ പേടിച്ചോടല്ല, നമ്മളോട് പറയാണ് കാലത്തിന് മുൻപാണ് ഞാൻ എന്ന് പറയണം. കാലത്തിന് മുമ്പാണ് കൃഷ്ണൻ, അത് സ്റ്റില്ലാണ്, സ്റ്റിൽ. അതിൽ നിന്നാണ് പിന്നെ ഇങ്ങനെ ചലനം ഉണ്ടാവുന്നത്. എന്ത് പറ്റി ഈ കഥയിൽ? ഒരു ഗുഹയിൽ കയറി ഒളിച്ചു കൃഷ്ണൻ. അവിടെ സാക്ഷാൽ മുജുകുന്ദൻ എന്ന് പറഞ്ഞൊരു ഋഷി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ധ്യാനത്തിലിരിക്കുകയാണ്. മുജുകുന്ദനിൽ ധ്യാനത്തിലിരിക്കുമ്പോൾ കൃഷ്ണനപ്പുറത്ത് നിന്നു നമ്മുടെ കാലയവനൻ അവിടെ ഓടി ഇങ്ങനെ വരാണ്. ഈ ഒരു എൻട്രി ഓട്ടത്തിൽ മുജുകുന്ദൻ ഉണർന്നു വന്നു, ധ്യാനത്തിലിരുന്നുകൊണ്ട് മൂന്നാമത്തെ കണ്ണങ്ങനെ തുറന്നു. നിങ്ങൾക്കറിയാലോ, മഹാദേവന് മൂന്നാമത്തെ കണ്ണുണ്ട്, നമുക്കും ഇവിടെ ഒരു കണ്ണുണ്ട്. അതെവിടെയൊന്നും നമുക്കറിയില്ല. ഇവിടെ തൊട്ടിങ്ങനെ ഇവിടെ എവിടെയോ ഉണ്ടെന്നുള്ളതാണ്. അത് ഓരോ സമയം കഴിയുന്തോറും നല്ല സാത്വികമായി ഉയരും തോറും കണ്ണ് ഇവിടെ നിന്ന് ഇങ്ങനെ താഴ്ന്ന് ഈ കണ്ണിൻ്റെയും ഇവിടെ എത്തും. അത് കഴിഞ്ഞാൽ നമുക്ക് സാക്ഷാൽ മഹാദേവനായി മാറാം. മൂന്നാമത്തെ കണ്ണ് നമ്മുടെയും തുറക്കും. ഇവിടെ മുജുകുന്ദൻ്റെ കണ്ണ് തുറന്നു. മുജുകുന്ദൻ എന്ത് ചെയ്തു? ആ കാലയവനെ ഭസ്മമാക്കി കളയാം. വ്യാസഭഗവാന്റെ ഒരു ഗുണം, ഇത്തരത്തിലുള്ള കഥകളിലൂടെ നമുക്ക് മധുരമായ ആ ഒരു മധുരം തരാണത്. തത്വചിന്ത, അതായത് ഏതൊരു കാര്യത്തെയും താത്വികമായി അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ രസമാണ്. അപ്പോൾ ഈശ്വരൻ മധുരമാണ്. അതുകൊണ്ട് ഞാൻ ഈ കൊങ്ങിണി സംസാരിക്കുന്ന വിഭാഗത്തിൽ പെട്ടതാണ്. ഞങ്ങളുടെ ഭാഷയിൽ ഈശ്വരൻ ഗോഡ് എന്ന് പറഞ്ഞാൽ ശർക്കരയാണ്. ശർക്കരയ്ക്ക് ഞങ്ങളുടെ ഭാഷയിൽ പറയുന്ന പേരാണ് ഗോഡ്. ഈശ്വരൻ മധുരമാണ്. ഈശ്വരൻ്റെ എല്ലാം മധുരമാണ്. നമ്മൾ പിന്നെയും എന്തുകൊണ്ടാണ് മധുരം അന്വേഷിക്കുന്നത്? ശരിക്കുമുള്ള മധുരത്തെ കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത്, ആ പരമമായ സത്യത്തെ പല പല കഥകളിലൂടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് മഹാവിശാല ബുദ്ധിയായിട്ടുള്ള വ്യാസഭഗവാൻ. എല്ലാ കഥയും നമ്മുടെ കഥയാണ്. ഏതൊരു കഥയും എൻ്റെയും നിങ്ങളുടെയും കഥയാണ്. നമ്മളതിലേക്ക് ധ്യാനം അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഗുരുനാഥൻ അത് പറഞ്ഞു തരും. അങ്ങനെയാണ് ഞാനിവിടെ പോയിരിക്കുന്നത്. എൻ്റെ ഗുരുനാഥൻ ശ്രീ PR നാഥൻ സാറാണ്. അദ്ദേഹവുമായിട്ടുള്ള ബന്ധം നിമിത്തം പല 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 രഹസ്യങ്ങൾ നമുക്കിങ്ങനെ വെളിപ്പെട്ട് കിട്ടും. നമ്മുടെ ധ്യാനം എന്താണ് എന്നുള്ളതാണ്. ധ്യാനം നന്നായി കഴിഞ്ഞാൽ അത് ഈശ്വരൻ നമുക്ക് സാങ്ഷൻ ചെയ്തു തരും. അപ്പോൾ ഇവിടെ ഈ കൃഷ്ണകഥയിലൂടെ നമുക്ക് വളരെ മധുരം പറഞ്ഞുതരാണ്. അപ്പം അങ്ങനെ സമാധിയിലൂടെ അദ്ദേഹം കൃഷ്ണൻ്റെ ലീലകളൊക്കെ കണ്ടു. അദ്ദേഹം അത് എഴുതി 18,000 ശ്ലോകങ്ങളാക്കി മാറ്റി. ഇനി അടുത്ത പ്രശ്നം, ഇത് ആരെ കൊണ്ട് പഠിപ്പിക്കുന്നുള്ളതാണ്, ഇത് ആര് പ്രചരിപ്പിക്കും? അപ്പം അദ്ദേഹം ആലോചിച്ചു, ആരാണ് ഇതിന് കേമൻ? അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, തൻ്റെ തന്നെ പുത്രനായിട്ടുള്ള ശ്രീ ശുഖബ്രഹ്മർഷിയുണ്ട്. വ്യാസഭഗവാൻ 4 മക്കളാണ്. ആരാണതൊക്കെ? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഈ 4 കുട്ടികളാണ് അദ്ദേഹത്തിന്. അത് ഓരോ കുട്ടികളായിട്ട് നമുക്ക് കാണിച്ചു തരാം. ധർമ്മത്തിൻ്റെ പ്രതീകമായിട്ട് സാക്ഷാൽ വിതുരൻ, ഒരു ദാസിപുത്രിയാണ്. ദാസിയിലുണ്ടായിട്ടുള്ള പുത്രനാണ് വിതുരൻ. ധർമ്മത്തിൻ്റെ പ്രതീകമാണ്, ധർമ്മം തന്നെയാണ്. അതൊരു കഥയുണ്ട്, എങ്ങനെ വിതുരൻ ഇവിടെ ധർമ്മപുത്രരായിട്ട്, ധർമ്മത്തിൻ്റെ ആ നമ്മുടെ യമധർമ്മത്തിൻ്റെ അടുത്ത ജന്മമാണ് വിതുരൻ. അതൊരു കഥയാണ്.
പണ്ടൊരു അണിമാണ്ഡവ്യൻ എന്നൊരാളുണ്ടായിരുന്നു, മാണ്ഡവ്യ മഹർഷി. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ഇരിക്കുമ്പോൾ കുറേ രാജാവിൻ്റെ ഭടന്മാരിങ്ങനെ കയറി വന്നു. അവരൊരു കള്ളനെ തിരക്കി വന്നതാണ്. ഒരു കള്ളൻ ഇതുകൂടെ ഓടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ അവർക്ക് തോന്നി ഇയാളായിരിക്കും ഇവരെ നേതാവ്. കാരണം ഒന്നും മിണ്ടുന്നില്ല, മൗനവ്രതത്തിലാണ്. എത്ര ചോദിച്ചിട്ടും ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഈ മാണ്ഡവ്യ മഹർഷിയെ അവർ പിടിച്ചുകൊണ്ടുപോയി. രാജാവ് ശൂലത്തിൽ കയറ്റാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തെ ശൂലത്തിൽ കയറ്റി, ശൂലം കുത്തി കയറ്റാണ്. ഇദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല, ഒരു ഭാവമാറ്റമില്ല. അപ്പോൾ രാജാവിന് തോന്നി ഇത് എന്തോ പ്രശ്നമുണ്ടല്ലോ. രാജാവ് മനസ്സിലായി ഇദ്ദേഹം കള്ളനല്ല, ഏതോ ഒരു ഋഷിയാണ്. കാരണം ഒന്നും പ്രവർത്തിക്കുന്നില്ല, ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ ഇരിക്കുകയാണ്, വീണ്ടും ധ്യാനത്തിലാണ്. അങ്ങനെ അദ്ദേഹം ക്ഷമ ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് താങ്കളോട് യാതൊരു വിരോധമില്ല. താങ്കളിപ്പോൾ എന്നെ കുത്തിയതൊരു നിമിത്തമാണല്ലോ. എനിക്കറിയേണ്ടത് എന്തുകൊണ്ട് എനിക്ക് ഈ കർമ്മഫലം അനുഭവിച്ചു എന്ന് പറഞ്ഞു. അദ്ദേഹം നേരെ യമരാജാവിൻ്റെ അടുത്തേക്ക് പോയി എന്നാണ് കഥ. യമരാജാവിനോട് ചോദിക്കുകയാണ്, എന്താണ് എനിക്ക് ഇങ്ങനൊരു ഈ കുത്ത് കെട്ടാൻ കാരണം എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾ പണ്ട് ചെറുപ്പത്തിൽ ഈ തുമ്പി തുടങ്ങിയിട്ടുള്ള ഈ ജീവികളൊക്കെ കുത്തിങ്ങനെ രസിക്കുമായിരുന്നു കോർത്തിട്ട്. അതിൻ്റെ കർമ്മഫലമാണ് അങ്ങനെ കിട്ടിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സംഗതി ശരിയാണ്, മനസ്സിലായി. പക്ഷേ എനിക്കന്ന് എത്ര വയസ്സായിരുന്നു? അപ്പോൾ യമധർമ്മം പറയും 5 വയസ്സ്. 5 വയസ്സുള്ള കുട്ടികൾക്ക് അവർ ചെയ്യുന്ന കർമ്മഫലം അവർക്കല്ല കിട്ടുക, അച്ഛനും അമ്മയ്ക്കാണ് കിട്ടുക. 5 വയസ്സ് വരെ 5 വയസ്സ് വരെ നമ്മൾ ശ്രദ്ധിക്കണം അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്, വല്ലതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, അധർമ്മം വല്ലതും പ്രവർത്തിക്കുന്നുണ്ടോ, നമ്മളത് പറഞ്ഞ് തിരുത്തി മാറ്റണം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങയുടെ ഈ ഒരു കാര്യം തെറ്റുപറ്റിയിരിക്കുന്നു. അതുകൊണ്ട് അങ്ങും ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിക്കട്ടെ എന്ന് ശപിക്കണം. ആ മനുഷ്യജന്മമാണ് വിതുരരുടെ ജന്മമായി മാറിയിരിക്കുന്നത്. അത് വ്യാസൻ ഒരു ദാസിയിൽ സൃഷ്ടിച്ചതാണ് വിതുരര്, കേമനായിട്ടുള്ള പുത്രൻ. അത് കഴിഞ്ഞ് ധർമ്മം കഴിഞ്ഞ അർത്ഥം, ആ ഒരു അർത്ഥമാണ് നമ്മുടെ യുധിഷ്ഠിരൻ. അദ്ദേഹം എപ്പോഴും അർത്ഥത്തിലാണ് കണ്ടത്. കാണേണ്ടത് കാണാത്തവൻ. അദ്ദേഹം കുരുടനാണ്. ആ സ്ത്രീ വ്യാസനുമായി ചേർന്നപ്പോൾ കണ്ണ് അടച്ചു. കണ്ണ് പൊത്തിപ്പിടിച്ചിട്ടാണ് കുട്ടികളെ ഉണ്ടായത്. അപ്പോൾ എന്തു പറ്റി? ആ കുട്ടി കുരുടനായി മാറണം. നമ്മളോട് പറയാണ് വ്യാസൻ, ഒരു സൃഷ്ടി എങ്ങനെ നടത്തണം, അത് വളരെയധികം ഒരു ശാസ്ത്രമാണ്. കുട്ടികൾ ഉണ്ടാകുകയല്ല വേണ്ടത്, ഉണ്ടാക്കണം, സൃഷ്ടിക്കണം. നമ്മൾ 2 പേര് ഇരുന്നിട്ട് ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് വ്രതം എടുത്തിട്ട് 2 പേരും ആലോചിക്കണം, എങ്ങനെയുള്ള മകനെ സൃഷ്ടിക്കണം. നല്ല ബുദ്ധിമാൻ, നല്ല പാട്ടുകാരൻ, നല്ലൊരു ആക്ടർ, നല്ല രാഷ്ട്രീയക്കാരൻ, ഏത് വേണമെങ്കിലും നമുക്ക് സൃഷ്ടിക്കാം. പക്ഷെ ഇന്നുണ്ടാകുന്ന കുട്ടികളൊക്കെ കാമസന്തതികളാണ്, അറിവിൽ നിന്നുണ്ടായിട്ടുള്ളവരല്ല, കാമം, ആഗ്രഹത്തിൽ നിന്ന് മാത്രം ഉണ്ടായവർ. അപ്പോൾ എന്ത് പറ്റും? ആ കുട്ടികളെ കൊണ്ട് ലോകത്തിന് യാതൊരു ഗുണവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. നമ്മൾ വ്യാസഭഗവാനെ നമ്മളിതിൽ ഒരു മോഡലാക്കി എടുക്കണം. അദ്ദേഹം സൃഷ്ടിച്ച് കാണിച്ചിരിക്കുക എങ്ങനെയൊക്കെ കുട്ടികളെ സൃഷ്ടിക്കാം. അത് കഴിഞ്ഞ് കാമത്തിൻ്റെ സന്തതിയായിട്ട് പാണ്ഡവന്മാരുടെ അച്ഛനായിട്ടുള്ള പാണ്ഡു, അദ്ദേഹത്തെ എങ്ങനെ സൃഷ്ടിച്ചത്? ആ സ്ത്രീ ഇങ്ങനെ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു അറപ്പ് പോലെ തോന്നിയത്രേ. കാരണം വൃദ്ധനാണ്. അറപ്പ് തോന്നിയപ്പോൾ ആ കുട്ടിക്ക് മുഴുവൻ പാണ്ടായി മാറി. നമുക്ക് കാണിച്ചു തരാണ് എങ്ങനെ നല്ല കുട്ടികളെ സൃഷ്ടിക്കാം എന്നുള്ളത്. അതും കഴിഞ്ഞ് അടുത്ത മോക്ഷത്തിൻ്റെ പര്യായമായിട്ടുള്ള സാക്ഷാൽ ശുഖബ്രഹ്മർഷി 16ാമത്തെ വയസ്സിലാണ് അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്. 16 വയസ്സ് വരെ അദ്ദേഹം ഗർഭസ്ഥനായിരുന്നു. അദ്ദേഹത്തിന് ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മായ സ്പർശിക്കരുത്. എൻ്റെ ജീവിതത്തിൽ മായ സ്പർശിക്കരുത്, എന്നാൽ മാത്രമേ ഞാൻ പുറത്തേക്ക് വരുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ നിന്നിരിക്കും, അമ്മയുടെ ഗർഭത്തിലിരിക്കും. അങ്ങനെ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ അദ്ദേഹത്തിനെ അനുഗ്രഹിക്കുകയാണ്, ശരി നിന്നെ മായ സ്പർശിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായ ആ കുട്ടിയാണ് ശുഗൻ. അദ്ദേഹത്തിന് തല തത്തയാണ്. എന്താണ് ഈ തത്ത എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. ഇവിടെ കള്ളന്മാരെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലീസുകാർ പറയില്ലേ, അവനെ ഞാൻ
തത്ത പറയിക്കുന്നത് പോലെ പറയിപ്പിക്കാം അവർ പറയും. തത്തയ്ക്കൊരു ഗ്രേറ്റ്നെസ് ഉണ്ട്. എന്താണത്? വളരെ മഹത്തരമായൊരു ഗുണം. എന്താണോ നമ്മൾ പറയുന്നത് അത് ആവർത്തിക്കും, ഒന്നും ആഡ് ചെയ്യില്ല. ഇപ്പം അടുത്തൊരു സ്ത്രീയെ വിദേശത്ത് ഒരാളോരോ വെടിവെച്ച് വന്നത്രേ. അപ്പോൾ ഈ തത്ത അത് കണ്ടു. അപ്പോൾ തത്ത പറയാത്രേ, ഡോണ്ട് ഷൂട്ട്, ഡോണ്ട് ഷൂട്ട്. അതൊരു തെളിവായിട്ട് എടുത്തിരിക്കുകയാണ്. കാരണം തത്ത നുണ പറയില്ല. തത്ത നമ്മൾ പറയുന്നത് ആവർത്തിക്കും. അപ്പോൾ ആ ശുഖബ്രഹ്മർഷി എന്ത് ചെയ്തു? എന്താണോ അച്ഛൻ പറഞ്ഞത് അത് തന്നെ നമുക്ക് പറഞ്ഞുതരാണ്, ഒന്നും ആഡ് ചെയ്യില്ല. ആ ഭാഗവതം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കണം അദ്ദേഹം, 18,000 ശ്ലോകങ്ങൾ. അപ്പോൾ ഭഗവാന് 2 രൂപങ്ങളാണ്, ഒന്ന് മൂർത്തരൂപം, മറ്റൊന്ന് ശബ്ദരൂപങ്ങൾ. അപ്പോൾ ഭഗവാന്റെ ശബ്ദരൂപമാണ് ഭാഗവതം. 12 സ്കന്ധങ്ങളാണ്. ആദ്യത്തെ 2 പാദങ്ങൾ, അത് കഴിഞ്ഞ് 2 കാല്, 6-ാമത്തെ 5ഉം 6ഉം ഈ തുടകളാണ്. അത് കഴിഞ്ഞ് 7-ാമത്തെ വലത് കൈ, 8ഉം 9ഉം ഭഗവാന്റെ സ്തനങ്ങളാണ്. 10 ഹൃദയം, 11-ാമത്തത് മസ്തകം, അത് കഴിഞ്ഞ് അവസാനം ഇടത് കൈ 12-ാമത്തെ. ഇങ്ങനെയാണ് അതിൻ്റെ ആ രൂപം. അപ്പോൾ ഭാഗവതം നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ? ഭഗവാനെ തന്നെ ആവാഹിച്ചുള്ളിലേക്കെടുക്കുകയാണ്. ഭാഗവതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? സമദർശിത്വം. സമം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. എല്ലാ വസ്തുവിലും ബ്രഹ്മത്തെ കാണുന്നവൻ ആരാണോ അയാളാണ് ഗ്രേറ്റ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഈശ്വര തുല്യമായി മാറി അദ്ദേഹം മോക്ഷത്തിലേക്ക് കടക്കും. മോഹങ്ങളുടെ ക്ഷയം, എല്ലാ മോഹങ്ങളും ക്ഷയിച്ചു കഴിഞ്ഞാൽ മോക്ഷം, വൈകുണ്ഠം എന്നൊക്കെ പറയുന്നില്ലേ, വൈകുണ്ഠപ്രാപ്തി കിട്ടും. വൈ എന്ന് പറഞ്ഞാൽ വിഗതമായത്, കുണ്ഠം തടസ്സം, തടസ്സമില്ലാത്ത ലോകം. അത് മരണശേഷം കിട്ടേണ്ട ഒരു അവസ്ഥയല്ല, ഇപ്പം തന്നെ നമുക്ക് വൈകുണ്ഠത്തിലേക്ക് പോകാം. ഒരു കഥ കേട്ടിട്ടില്ലേ? വൈകുണ്ഠം സന്ദർശിക്കാൻ പോയ 4 പേരുണ്ട്. വിഷ്ണു ഭഗവാനെ കാണാൻ പോയതാണ്. സനകാദികൾ 4 കുട്ടികളാണ്, 16 വയസ്സുള്ള യങ്സ്റ്റേഴ്സ്. അവർക്ക് വയസ്സാവില്ല. ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരാണ്. അവരൊരു ദിവസം തീരുമാനിച്ചു ഒന്ന് വിഷ്ണു ഭഗവാനെ ഒന്ന് ദർശിച്ച് കളയാം. അപ്പം അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് പോകുമ്പോൾ 2 ആളുകളുണ്ട് അങ്ങനെ അമ്പ് പിടിച്ച് നിൽക്കുകയാണ്. കുന്തം പിടിച്ച് നിൽക്കുന്ന 2 പേരുണ്ട്. ഒന്ന് വിജയൻ, മറ്റേ ജയൻ. ജയവിജയന്മാരാണ്. ഈ 2 പേരും എന്ത് ചെയ്തു? കാണാൻ പറ്റില്ല എന്നങ്ങനെ ക്രോസ് ചെയ്തു ആ കുന്തം. അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ അവർ ശഠിക്കുകയാണ്. ഈ 2 ആളുകളെ ദ്വാരപാലകന്മാരാണ്, ജയനും വിജയനും. 2 പേരും ശപിച്ചു പറഞ്ഞു, നിങ്ങൾ ഇനിയുള്ള യുഗങ്ങളിൽ മനുഷ്യന്മാരായിട്ട് അസുരന്മാരായിട്ട് തീരട്ടെ എന്ന് പറയുന്നു. അങ്ങനെ അവർക്ക് ഈ ശാപം കിട്ടി. ഇത് കേട്ടുകൊണ്ട് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ ഇങ്ങനെ വരാണ്. എന്താണ് പ്രശ്നം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഉണ്ടായി. അപ്പോൾ അവർക്കൊരു മോക്ഷം കൊടുക്കുമെന്ന് പറഞ്ഞു. അവരും പറഞ്ഞു ഞങ്ങൾ രക്ഷിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ 3 യുഗം കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് ഭഗവത് പ്രാപ്തി ഉണ്ടാവും, മോക്ഷം കിട്ടും, വീണ്ടും നിങ്ങൾ വൈകുണ്ഠത്തിലേക്ക് എത്തും. അങ്ങനെ ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ് ഹിരണ്യാക്ഷൻ, ഹിരണ്യകശപു, കുംഭകർണൻ, രാവണൻ, ശിശുപാലൻ, ഗന്ധാവർത്തരൻ. ഓരോ യുഗത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കലിയുഗത്തിലും ഉണ്ട്. അത് നിങ്ങൾ പിന്നെ ആലോചിച്ചാൽ മതി ആരാണെന്ന്. ഓരോരോ സ്ഥലത്തിലും ഇങ്ങനെ ജനിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോരുത്തർ. കലിയുഗത്തിലും ഇവരുണ്ട്, ഉണ്ടാവാതെ തരലില്ല. അപ്പം അങ്ങനെ ഗ്രേറ്റായിട്ടുള്ള അത്രയും മഹത്തരമായിട്ടുള്ള പുരാണം ആണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് വ്യാസഭഗവാൻ തരാണ്. മധുരമാണത്, മധുരം. പഞ്ചസാര എന്ന് കേട്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ് പഞ്ചസാരയ്ക്ക് പഞ്ചസാര എന്ന പേര് വന്നത്? പഞ്ചം എന്നത് 5, സാരം 5 ഭൂതങ്ങളെ ഇവിടെയുള്ളൂ: ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഇതുകൊണ്ടാണ് നിങ്ങളെയും എന്നെയും ഈ ഭൂമിയൊക്കെ 5 ഭൂതങ്ങളാണുള്ളത്. ഭൂതം എന്ന് പറഞ്ഞാൽ ഭവിച്ചത്, ഉണ്ടായത്. ആ 5ൻ്റെയും സാരം അത് പിഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എസൻസ് എന്താണ്? മധുരമാണ്. അതുകൊണ്ട് ആ വസ്തുവിന് പേരിട്ടു പഞ്ചസാര. വളരെ ഗ്രേറ്റാണ് വ്യാസഭഗവാൻ. ഏതൊരു വസ്തുവിൻ്റെയും ഗുണം എന്താണോ അത് അതിൻ്റെ നാമമായി മാറും. ഏതൊരു വസ്തുവിൻ്റെയും. ഇപ്പോൾ ഞങ്ങൾ സംസാരിക്കായിരുന്നു, ഈ കോവിഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നു. കോവിഡ് അത് ഗോവിന്ദനാണ്. ഗോവിന്ദൻ ലോപിച്ച് കോവിന്ദനായി, കോവിന്ദൻ ലോപിച്ച് വീണ്ടും കോവിഡ്.
എവിടെയാണോ അധർമ്മം വിളയാടുന്നത് ആ സ്ഥലത്തൊക്കെ ഈ ഭഗവാൻ അവതരിച്ച് നമ്മൾക്ക് വീണ്ടും മനസ്സിലാക്കി കൊടുത്തു എന്താണ് ജീവിതം, എന്താണ് ജീവിതം, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യമുണ്ട്, മരണസമയത്ത് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതൊക്കെ മതി. ഒരു വ്യക്തിക്ക് മരണസമയത്ത് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അത് മതി എന്ന് നമുക്ക് കോവിഡ് കാണിച്ചു തരാണ്. ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റില്ല, ആരെയും കാണാൻ പറ്റില്ല. അവനവനിലേക്ക് ചുരുങ്ങി അവനവനിലേക്ക് ഒതുങ്ങി ധ്യാനിച്ച് മിണ്ടാണ്ട് ഇരുന്നാൽ രമണ മഹർഷി പറയും ചുമ്മായിറ് എന്ന് പറയും. വെറുതെ ഇരിക്കൂ. വെറുതെ ഇരിക്കൂ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കാനല്ല, ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള ധാരണ ഇല്ലാതെ ഇരിപ്പാണ്. ഇപ്പം നമുക്ക് തോന്നിയിരിക്കുകയാണ് ഞാനാണ് ഇവിടെ പ്രഭാഷണം ചെയ്യുന്നത്, ഞാനാണ് ഇവിടെ കേൾക്കുന്നത്. അല്ല, ഭഗവാൻ എന്നിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ മൈക്കിന് തോന്നിയാലോ ഞാനാണ് പറയുന്നതെന്ന്? മൈക്കല്ല, ഇതിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിസിറ്റി പല പല ഘടകങ്ങൾ ഒന്നായതുകൊണ്ട് ശബ്ദം വരുന്നതുള്ളൂ. ശബ്ദത്തിന് 4 ഫ്രീക്വൻസീസാണ്: പര, പശ്യന്തി, മധ്യമ, പൈകരി. ആ പരയെ ശരമാക്കിയിട്ടുള്ള ആളാണ് പരാശരൻ. അദ്ദേഹത്തിൻ്റെയും മകനാണ് വ്യാസഭഗവാൻ. കൃഷ്ണ ദ്വൈപായൻ എന്നാണ് പേര്. കൃഷ്ണ, കൃഷ് എന്ന് പറഞ്ഞാൽ സത് ആണ്, ഉണ്മ. അതിൻ്റെ വിപരീതമാണ് അസത്ത്. ആ അസത്ത് എന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണ് അസറ്റ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്, കാറ്, സ്വർണം, ബാക്കിയുള്ള എല്ലാ ഭൗതിക വസ്തുക്കളും നമ്മൾ അസറ്റ് എന്ന് പറയും അല്ലേ? അത് അസത്താണ്. അസത്ത് എന്ന് പറഞ്ഞാൽ നശിക്കാനുള്ളത്, നശിക്കുന്നത്. സാക്ഷാൽ മഹാദേവൻ്റെ ഒരു വേറൊരു ഭാവമാണ് വൈരാഗി ഭാവം. കോഴിക്കോട് ഒരു ക്ഷേത്രമുണ്ട്, വൈരാഗി മഠം. വൈരാഗ്യം തന്നെ എന്താ അർത്ഥം? വൈ, വിഗതമായത്, രാഗമില്ല, അനിത്യമായ വസ്തുക്കളോട് യാതൊരു തരത്തിലുള്ള താല്പര്യമില്ല മഹാദേവൻ. നിത്യമായ ആ ബ്രഹ്മം, അത് മാത്രമേ അദ്ദേഹത്തിന് താല്പര്യമുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം വൈരാഗ്യമാണ്. ഈ വൈരാഗ്യം നമുക്കും വേണം. മലയാളത്തിലത്തെ വൈരാഗ്യമല്ല, നമ്മൾ ഏതൊരു വാക്ക് ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ അവസാനത്തെ അർത്ഥമാണ് ഉപയോഗിക്കുന്നത്. അതാണ് പ്രശ്നം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ആളോട് ദേഷ്യം തോന്നാന്നുള്ളതല്ല, വിഗതമായത്, രാഗം പോയി. ഈ അനിത്യ വസ്തുക്കളോട് എനിക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ ആരായി? വൈരാഗിയായി. എല്ലാവരും വൈരാഗ്യം തീരട്ടെ. ഇവിടെ താല്പര്യം തന്നെ അതാ. ഭാഗവത്തിൽ താല്പര്യം തന്നെ ഈ ഇതൊക്കെ രചിച്ചു കഴിഞ്ഞിട്ട് സാക്ഷാൽ നാരദൻ ഇങ്ങനെ ഓരോരോ ലോകത്തിൽ പോവാം. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഭൂമിയിലേക്കും ഒന്ന് പോയി നോക്കാം. ആരോ പറഞ്ഞു സൂപ്പർ സ്ഥലം, ഗ്രേറ്റ്, വളരെ മഹാത്മാക്കളുണ്ട് ഭൂമിയിൽ, പോയി നോക്കൂ. അദ്ദേഹം എല്ലാ തീർത്ഥത്തിലും ഇങ്ങനെ പോവാം. പ്രയാഗരാജ്, ഗംഗാതീരങ്ങൾ, ഇത്തരത്തിലുള്ള എല്ലാ, ഋഷികേഷ്, ഇവിടെ രാമസേതു, എല്ലാ സ്ഥലത്തിലും പോയി പുള്ളി ഇങ്ങനെ കറങ്ങിയപ്പോഴും മഹാത്മാക്കളാരും കണ്ടുമുട്ടിയില്ല അത്രേ. അപ്പോൾ അദ്ദേഹത്തിനാകെ വിഷമമായി. ഇതിപ്പോൾ എന്തൊക്കെ ഉണ്ടായത്? അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി കുഴപ്പമില്ല, കലിയുഗമാണ്, ഉദരം നിമിത്തം ഉള്ളൊരു പ്രശ്നമാണല്ലോ എല്ലാവരുടെയും. ശരി, കുഴപ്പമില്ല. അദ്ദേഹം ഇങ്ങനെ യമുനാ തീരത്തിലൂടെ നടക്കുമ്പോഴാണ് ഒരു സ്ത്രീ ഇരുന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു സ്ത്രീ, ആ ഒരു യുവതിയായ സ്ത്രീ കരഞ്ഞുകൊണ്ടിരിക്കുക. തൊട്ടടുത്തുണ്ട് 2 മക്കളുണ്ടാവും. അവർ വയസ്സായിരിക്കുന്നു. ഈ യുവതി നല്ല യുവാവായിട്ട് നിൽക്കുന്നുണ്ട്. ഈ സ്ത്രീ, കുട്ടികൾ 2ഉം വയസ്സായിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഇതിപ്പോൾ എന്താ സംഭവം, നിങ്ങൾ എന്തിനാ കരയുന്നത്? അപ്പോൾ ഈ യുവതി പറഞ്ഞു, ഞാൻ ഭക്തിയാണ് നാരദരെ, ഞാനാണ് ഭക്തി. ഇപ്പം ഈ കുട്ടികളാരാ? എൻ്റെ കുട്ടികളാണ്, ജ്ഞാനവും വൈരാഗ്യവും. അപ്പം എന്താ ഇതിന് താല്പര്യം? ഭാരതത്തിൽ ഭക്തി മാത്രം യുവതിയായിട്ട് നിൽക്കുന്നുണ്ട്, ജ്ഞാനവും വൈരാഗ്യവും വയസ്സായിരിക്കും. അപ്പോൾ ഈ ജ്ഞാനവും വൈരാഗ്യത്തിനെയും കൂടി ഉയർത്താനാണ് ഈ ഭാഗവതം. ഭക്തി ഇവിടെ നിലവിലുണ്ട്. ഭക്തി പറഞ്ഞു, ഞാൻ ജനിച്ചത് ദ്രാവിഡ ദേശത്തിലാണ്, ദ്രാവിഡ ദേശത്തിലാണ് ഞാൻ ജനിച്ചത്. തമിഴ്നാട്, ആ കർണാടക, ആ ഒരു റീജിയനാണ്. അതുകൊണ്ടാണ് അവിടെയുള്ള സ്ത്രീകളൊക്കെ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാലൊക്കെ തലയൊക്കെ മുട്ടടിക്കും. ഈ പഴനി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തിരുപ്പതി, സ്ത്രീകൾ വരെ തല മുട്ടടിക്കും. അതാണ് ഭക്തി. അവർക്ക് ദേഹബുദ്ധി ഇല്ല. ആദ്യം ഭഗവാൻ, പിന്നെയാണ് അവരുള്ളത്.
അപ്പം അങ്ങനെ ഈ ഭക്തി ഇരുന്ന് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് അങ്ങ് ഇടപെടണം, എൻ്റെ കുട്ടികളെ ഒന്ന് യങ്ങാക്കി മാറ്റണം. അപ്പം അദ്ദേഹത്തിനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ഭഗവത്ഗീത, വേദങ്ങൾ, എല്ലാ ഉപനിഷത്തുകളൊക്കെ ചൊല്ലി നോക്കി, മന്ത്രങ്ങൾ ചൊല്ലി നോക്കി. എന്നിട്ടും ഈ കുട്ടികൾക്ക് പിന്നെ എനിക്കും കുറച്ച് ഞാൻ വീണ്ടും താഴത്തേക്ക് പോകും. ഏതൊരു തിരക്കുള്ള സ്ഥലത്ത് പോയാലും ധ്യാനിക്കണം. ആരാണോ ഈ മാർക്കറ്റിൽ പോയിട്ട് ഇരുന്നുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നത് അയാളാണ് അത്ര കേമൻ. പല പല തടസ്സങ്ങളുണ്ടാവും, അതിനൊക്കെ അതിവർത്തിച്ച് മതിയാവും. അപ്പം അങ്ങനെ ഈ യമുനാ തീരത്തോട് ഇരുന്നുകൊണ്ട് കരയുന്ന ആ സ്ത്രീ ഭക്തി, 2 കുട്ടികളുണ്ട്, 4 സ്ത്രീകൾ ഇങ്ങനെ വീശിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കുറേ ഒരു വിശറി കൊണ്ട് ഈ സ്ത്രീ എങ്ങനെയെങ്കിലും ഈ കുട്ടികളൊന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഗംഗ, നർമ്മദ, കാവേരി, സിന്ധു തുടങ്ങിയിട്ടുള്ള നദികളാണ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവർക്ക് രക്ഷയില്ല. ഈ നാരദൻ എല്ലാം ചൊല്ലി നോക്കി, ഒരു രക്ഷയില്ല. അവസാനം ഒരു അശരീരി കേട്ടുള്ള നാരദൻ മഹർഷിയെ സത്കർമ്മം ചെയ്യൂ, സത്കർമ്മം ചെയ്യുക. എന്താണ് ഈ സത്കർമ്മം? അദ്ദേഹം മനസ്സിലായില്ല എന്താണ് ഈ സത്കർമ്മം എന്നുള്ളത്. അദ്ദേഹം ഇങ്ങനെ കുറേ സ്ഥലത്ത് ചുറ്റിത്തിരിഞ്ഞു. പല പല ഗുഹയിലും വനത്തിലും പല പല ഋഷിമാരുടെ സ്ഥലത്തൊക്കെ പോയി ചോദിച്ചു, എന്താണ് ഈ സത്കർമ്മം? അവർക്ക് ആർക്കും അറിയില്ല. അവസാനം അദ്ദേഹം നൈമിഷാരണ്യത്തിലെത്തി. അവിടെ ഈ സനകാദികൾ ഉണ്ടായിരുന്നു. സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ. സനകൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനിൽ ചരിക്കുന്നവനാണ്. സനാതനൻ പണ്ടേ ഉള്ളവൻ, അതിന് നാശമില്ല. സനന്ദനൻ സദാ ആനന്ദത്തിലുള്ളവനാണ്. ഇതും കഴിഞ്ഞ് സനത്കുമാരൻ, കൗമാരഭാവമാണ് അദ്ദേഹത്തിന്. ഇവരൊക്കെ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരാണ്. അവർക്കൊരിക്കലും വയസ്സാവില്ല, എന്നും 16 വയസ്സാണ്. അവരുടെ പരിപാടി തന്നെ സത്സംഗം ചെയ്യാന്നുള്ളതാണ്. ഓരോരോ സ്ഥലത്ത് പോയിട്ട് 3 പേര് താഴത്തിരിക്കും, വേറെ ആൾ മുകളിലിരിക്കും. ഭഗവാനെക്കുറിച്ച് ഇങ്ങനെ സത്സംഗം, സത്തിനെ കുറിച്ചിട്ടുള്ള സംഘത്തിൽ ഇങ്ങനെ നടക്കുന്നതിരിക്കുകയാണ്. അങ്ങനെ അവർ അടുത്തേക്ക് നമ്മുടെ നാരദ മഹർഷി എത്തി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാനിങ്ങനൊരു വാണി കേട്ടു അശരീരി, സത്കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുട്ടികളെ ഒന്ന് ഉയർത്തിയെടുക്കണ്ടേ? അപ്പോൾ അവർ പറഞ്ഞു, ഈ ഭാഗവതമാണ് കേൾപ്പിക്കാനാണ് ഈ പറയുന്നത്. സത്കർമ്മം എന്ന് പറഞ്ഞാൽ ഭാഗവത പാരായണം, അത് ചെയ്യൂ, അവർ ശരിയായിക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ ചെയ്യും? നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ബദരിയിൽ വേണ്ട, ഋഷികേശത്തിലേക്ക് പോകാം. അവർ ആ ഗംഗാ തടത്തിലിരുന്നു കൊണ്ട് ഭാഗവതം 7 ദിവസം പാരായണം ചെയ്തു. സപ്താഹം എന്ന് പറയാം, സപ്തം 7 ദിവസം. സപ്ത അഹം, അഹം എന്ന് പറഞ്ഞ ദിവസം എന്നാണ്. ഭാഗവതത്തിൽ 24 അവതാരങ്ങളുണ്ട്. ആ 24 അവതാരങ്ങളിൽ ആദ്യത്തെ അവതാരമാണ് ഈ സനകാദികൾ. അത് അറിവിൻ്റെ അവതാരങ്ങളാണ്. നമ്മുടെ ഉള്ളിലൊക്കെ സനകാദികൾ ഇരിക്കുന്നുണ്ട്, നമ്മൾ പക്ഷേ ശ്രദ്ധിക്കാത്തതിൻ്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ. ഈ ബ്രഹ്മത്തിൻ്റെ രൂപമുള്ള ആ ഗുണങ്ങളുള്ള 4 ഋഷിമാർ നമ്മുടെ ഉള്ളിലുണ്ട്. അത് ആദ്യത്തെ അവതാരമാണ്, ഇവിടെ അവതരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ അറിവിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത അവതാരമാണ് ആരാണ്? വരാഹം. വരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം, അഹം എന്ന് പറഞ്ഞാൽ ദിവസം. നമ്മുടെ ഉള്ളിൽ അറിവുണ്ടായി കഴിയുമ്പോൾ പിന്നെ ആ ദിവസം ശ്രേഷ്ഠമായി മാറും, യാതൊരു സംശയം വേണ്ടെന്ന് പറയണത്. അതിൻ്റെ വേറൊരു പേരാണ് സുകരം. സുകരം, സുഷ്ടും കരോതി ഇതി സുകര എന്ന് പറയും. കേട്ടിട്ടില്ലേ നമ്മൾ? പന്നി, വരാഹം, അതെന്താ ചെയ്തത്? അതെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ ജയവിജയന്മാരുടെ അസുരന്മാരായിട്ട്. അതിൽ പെട്ട ഒരു കേമനാണ് ഹിരണ്യാക്ഷൻ. കണ്ണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വർണത്തിലാണ്. ഹിരണ്യം സ്വർണം, അക്ഷം കണ്ണ്. ആരാണോ ഇത്തരത്തിലുള്ള ധനം അല്ലെങ്കിൽ ആ ഒരു ചിന്ത മാത്രമായിട്ടുള്ളവർ, ധനം മാത്രം മതി എന്ന് പറഞ്ഞ് അതാണ് ഏറ്റവും വലുതെന്ന് ചിന്തിക്കുന്നവരുടെയൊക്കെ പേരാണ് ഹിരണ്യാക്ഷൻ. വേറൊരു അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ഹിരണ്യകശപു. അദ്ദേഹം
തലയണയും ഈ ബെഡിലൊക്കെ അടിയിൽ സ്വർണത്തെ വെച്ചിരിക്കുക. ഇവർ രണ്ടുപേരുടെയും ലക്ഷ്യം സ്വർണം സമ്പാദിക്കുക. ഭഗവാന്റെ ചിന്ത തന്നെ ഇല്ല. അവരുടെ യൂണിവേഴ്സിറ്റിയിൽ ഈ ഡിഗ്രി എടുക്കാൻ എളുപ്പമാണ്. 2 പേപ്പർ എഴുതിയാൽ മതി എന്നാണ്. ഏതാണത്? കാമവും അർത്ഥവും മാത്രമേ ഉള്ളൂ. മഹാവിഷ്ണുവിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ എഴുതുമ്പോൾ 4 എണ്ണമാണ്: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പോൾ എത്രയും പെട്ടെന്ന് പരീക്ഷ പാസ്സാവണമെങ്കിൽ ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു തുടങ്ങിയ ആൾക്കാരായിട്ട് നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ വലിയ വലിയ ഉയർന്ന സ്ഥാനത്തേക്ക് എത്താൻ പറ്റും. പക്ഷേ ഭഗവത് സ്മരണ ഇല്ലെങ്കിൽ മൃഗതുല്യമായി മാറുന്നു. നമുക്ക് ദക്ഷൻ്റെ കഥയിലൂടെ കണ്ടിട്ടില്ലേ? ദക്ഷനെ തല വെട്ടിയിട്ട് ആടിൻ്റെ തല വയ്ക്കുന്നത്. ആരാണോ ശിവസ്മരണ ഇല്ലാത്തവർ അവർ മൃഗതുല്യമായി മാറുന്നു. യാതൊരു സംശയമില്ല. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് തല വെട്ടിയിട്ട് ആടിൻ്റെ തല വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ തിരിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നാരദർ ഈ സനകാദികളുമായി ചേർന്ന് ഭാഗവതം അവിടെ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവസാന ദിവസമായപ്പോൾ ഭക്തി 2 യുവാക്കളായിട്ട് വരും. ആ വൃദ്ധരായിട്ടുള്ള ആളുകൾ യുവാക്കളായി മാറി. എങ്ങനെ? ഈ ഭാഗവതം കേട്ടപ്പോൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ മഹിമ വളരെ വലുതാണ്. എല്ലാവരും പറ്റിക്കഴിഞ്ഞാൽ വീടുകളിൽ ഭാഗവതം വാങ്ങിച്ചു വയ്ക്കുക, ദിവസവും പാരായണം ചെയ്യാം. കാരണം നമുക്കും 7 ദിവസമേ ഉള്ളൂ. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഇതിലേതെങ്കിലും ഒരു ദിവസം നമ്മളും ഈ ലോകത്തിന് പോണ്ടി വരും. സാക്ഷാൽ പരീക്ഷിത് മഹാരാജാവിന് അങ്ങനെ ഒരു ശാപം കിട്ടിയ നിമിത്താണ് അദ്ദേഹം 7 ദിവസം ഭാഗവതം കേൾക്കാനുണ്ടായത്. അദ്ദേഹം ഇങ്ങനെ നായാട്ടിന് പോയതാണ്. നായാട്ടിന് പോയപ്പോൾ അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ആ കൊട്ടാരത്തിലുള്ള എല്ലാ മുറികളൊന്നും സന്ദർശിക്കാനിടയിൽ. ആ സമയത്താണ് അദ്ദേഹം ഒരു കിരീടം അദ്ദേഹത്തിന് കാണാനിടയായത്. അപ്പോൾ സാക്ഷാൽ ജരാസന്ധൻ്റെ ആയിരുന്നു. ആ സ്വർണത്തിൻ്റെ കിരീടം എടുത്ത് അദ്ദേഹം തലയിൽ നിന്ന് വയ്ക്കും. എന്നിട്ട് അവിടെയുള്ള ആ കണ്ണാടിയിലും നോക്കി കേമനാണോ അതിനുണ്ട്. കണ്ണാടിക്കൊരു ഗുണമുണ്ട്, അത് നമ്മളുടെ സൗന്ദര്യത്തെ വീണ്ടും വർദ്ധിപ്പിക്കും, നമുക്ക് അഹങ്കാരത്തെ ഉണ്ടാക്കും. അതാണ് ദർപ്പണം എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലത്തെ ദർപ്പത്തെ അത് കൂട്ടും. അപ്പോൾ ഇദ്ദേഹം ആ സ്വർണത്തിൻ്റെ കിരീടം അണിച്ചു. സ്വർണത്തിന് ആരാളുള്ളത്? സാക്ഷാൽ കലിയുഗമാണിപ്പോൾ. ഏറ്റവും നല്ല സ്ഥലമായിട്ട് ഇപ്പോൾ കലി കണ്ടത് എന്താ? സ്വർണത്തിലാണ്. ബാക്കിയൊക്കെ ചൂതാട്ടങ്ങളുള്ള സ്ഥലം, മദ്യം വിളമ്പുന്ന സ്ഥലങ്ങൾ, ഈ വൃത്തിയില്ലാത്ത എവിടെയൊക്കെ നമ്മൾ ഈ വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യണത്, അവിടെ ഒക്കെ കലിയുണ്ടാവും. അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഈ പരീക്ഷിത് മഹാരാജാവിനോട്, എനിക്ക് നല്ലൊരു സ്ഥലം കൂടി തരണം ഇരിക്കാൻ. അങ്ങനെ അദ്ദേഹം കണ്ടെത്തിയതാണ് സ്വർണം. അപ്പോൾ സ്വർണം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. എന്താണ്? അതിൽ കലിയുണ്ട് അതിൽ. അപ്പോൾ ഓരോ വാക്ക് ഉപയോഗിക്കുമ്പോഴും ഓരോ ആളുകളോട് പെരുമാറുമ്പോഴും നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ഇതൊക്കെ ഉള്ളപ്പോൾ നമ്മളറിയാതെ നമ്മളെ കലി ബാധിക്കും. ഈ കലിയെ വധിക്കാനിറങ്ങിയ ആളാണ് പരീക്ഷിത്. അപ്പോൾ പരീക്ഷത്തിനോട് കലി പറഞ്ഞു, വേണ്ട, എന്നെ വധിക്കണ്ട. കാരണം ഈ യുഗത്തിലുള്ളൊരു ഗുണമാണ് നാമജപം കൊണ്ട് മാത്രം, ഈ ഭാഗവത സ്മരണ കൊണ്ട് മാത്രം, ഈ പഠനം കൊണ്ട് മാത്രം നമുക്ക് മോക്ഷം കിട്ടും. ബാക്കിയുള്ള യുഗങ്ങളിലൊക്കെ എത്രയോ തപസ് ചെയ്യണം. എത്രയോ തപസ് ചെയ്താലാണ് ഈശ്വരനുമായിട്ട് ഒന്നായിട്ട് മോക്ഷം കിട്ടാം. ഈ യുഗത്തിൻ്റെ ഗുണം നാമസ്മരണ കൊണ്ട് മാത്രം നമുക്ക് ഗുണം കിട്ടും. അതിൻ്റെ ഒരു ഉദാഹരണമാണ്, ഒരു കഥയുണ്ട്. തുംഗഭദ്ര എന്ന് പറഞ്ഞ നദി ഉണ്ടായിരുന്നു. തുംഗഭദ്ര, തുംഗം എന്ന് പറഞ്ഞാൽ ഉയർന്നത്, ഭദ്രം എന്ന് പറഞ്ഞാൽ മംഗളകരമായത്. അപ്പോൾ എന്താണ് ഈ തുംഗഭദ്ര? നമ്മളൊക്കെ തന്നെയാണ്. നമ്മുടെ ശരീരം തുംഗഭദ്രയാണ്. ആ തുംഗഭദ്രയുടെ തീരത്ത് ആത്മദേവൻ എന്ന് പറയുന്നുണ്ടായിരുന്നു. ആരാണ് ഈ ആത്മദേവൻ? നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ്. ആ ആത്മദേവൻ്റെ ഭാര്യയാണ് ദുന്ദുലി. ഇളകുന്ന ബുദ്ധിയോടുകൂടിയവളാണ്. ബുദ്ധി ഇളകുന്നതാണ്, സ്ഥിരമല്ല. അപ്പം ഞാനാകുന്ന തുംഗഭദ്രയിൽ
ഇരിക്കുകയാണ്. സാക്ഷാൽ ആത്മാവ് ഉള്ളിലിരിക്കുന്നു. ഞാനിപ്പോൾ ഭാര്യയായിട്ട് എടുത്തിരിക്കുന്നത് ഈ ഇളകുന്ന ബുദ്ധിയാണ്. എന്തു സംഭവിക്കും? നമുക്ക് ഉണ്ടാകുന്ന കുട്ടിയും അതുപോലെ ഉള്ള ഇളകുന്ന ബുദ്ധിയോട് കൂടിയവനായി മാറും. അങ്ങനെ ഈ ആത്മദേവൻ ചിന്തിച്ചു, ഉത്തരം അവർക്ക് കുട്ടികളില്ല. കുട്ടികളില്ലാതെ ആകെ ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വൃക്ഷച്ചുവട്ടിൽ ഒരു മഹാനായ ഒരു സന്യാസിയെ കണ്ടു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എനിക്ക് ദയവുണ്ടായിട്ട് ഒരു പുത്രനെ അങ്ങ് തരണം, അനുഗ്രഹം കൊണ്ട് എനിക്ക് ഒരു പുത്രനെ വേണം. അപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് 7 ജന്മങ്ങളിൽ കുട്ടികളുണ്ടാവുന്ന ലക്ഷണമില്ല, അതുകൊണ്ട് വെറുതെ ഇതിന് മുതിരണ്ട, ഒരു കാര്യവും ആ കുട്ടിയെ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അത് പറഞ്ഞ് ശരിയാവില്ല, എങ്ങനെയെങ്കിലും എനിക്കൊരു കുട്ടിയെ വേണം, അല്ലെങ്കിൽ ഞാനിപ്പോൾ അവിടെ ആത്മഹത്യ ചെയ്യും. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു പുത്രനെ കിട്ടിയേ പറ്റും. ആ ഋഷി അദ്ദേഹം സിദ്ധി കൊണ്ടൊരു ഫലത്തെ സൃഷ്ടിക്കുകയും ഈ ഫലം ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുത്താൽ മതി, അവർ കഴിച്ചോട്ടെ, നല്ല ഒരു കുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ഈ ദുന്ദുലിക്കാണെങ്കിലുള്ള പ്രശ്നം എന്താ പറഞ്ഞാൽ, കുട്ടികളെ അവർക്ക് പ്രസവിക്കുന്നത് ഇഷ്ടമല്ല. കാരണം എന്താ കഴിഞ്ഞാൽ, ഗർഭമൊക്കെ ആയി കഴിഞ്ഞാൽ പകൽ ഉറങ്ങാൻ പറ്റില്ല, ഒരു തവണ ഭക്ഷണം കഴിക്കണം പറ്റുള്ളൂ. ഇവരാണെങ്കിൽ 4 തവണ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ സ്ത്രീക്ക് ഇനി ഗർഭത്തെ 10 മാസം ചുമക്കണം, ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. അവരെന്ത് ചെയ്തു, ഈ ഫലത്തെ അവിടെയുള്ള പശുവിന് കൊടുത്തു എന്നുള്ളതാണ് കഥ. ഇവരുടെ വേറൊരു സഹോദരി ഗർഭവതിയായിരുന്നു. ആ കുട്ടിയെ ഇങ്ങോട്ട് ദത്തെടുത്ത് എൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ട ആത്മദേവനെ പറ്റിച്ചു. ഈ കുട്ടി വളർന്നു വന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ദുന്ദുകാരി എന്നാണ്. അനിഷ്ടങ്ങളെ ഉണ്ടാക്കുന്നവനാണ്. അവൻ്റെ സ്വഭാവം തന്നെ തെറ്റായ അധർമ്മങ്ങളെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി. ഈ ഗോവും പശുവും പ്രസവിച്ചു. അവൻ്റെ പേരാണ് ഗോകർണൻ. നല്ല സൗമ്യനായിട്ടുള്ളൊരു കുട്ടി, ചെവി മാത്രം പശുവിൻ്റെ പോലെ ഉള്ള കർണങ്ങൾ, അതുകൊണ്ട് ഗോകർണം. വേറെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഗോ എന്ന് പറഞ്ഞാൽ വേദവാണി എന്നാണ്. ആരാണോ വേദവാണികൾ ശ്രവിക്കുന്നവൻ അവൻ ഗോകർണൻ. അങ്ങനെ ഈ 2 കുട്ടികളും വളർന്നു. ഗോകർണൻ നല്ല വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ പഠിച്ച് ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് കേമനായി. അതേസമയം നമ്മുടെ ദുന്ദുകാരി അച്ഛനെയും അമ്മയൊക്കെ ദ്രോഹിക്കാൻ തുടങ്ങി, അടിക്കാൻ തുടങ്ങി, പണം ചോദിക്കാൻ തുടങ്ങി, പലതരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം അടി സഹിക്കാൻ വയ്യാതെ ആ ദുന്ദുലി ഒരു കിണറ്റിലേക്ക് എടുത്ത് ചാടാണ്, ആത്മഹത്യയാണ്, അവസാനിപ്പിക്കുകയാണ്. കാരണം ഇത് കാര്യമില്ലല്ലോ, കുട്ടി ഇത്തരത്തിലുള്ള അധർമ്മങ്ങൾ കാണിക്കുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ ഈ അധർമ്മിയായിട്ടുള്ള ദുന്ദുകാരി എന്ത് ചെയ്തു, അമ്മ പോയല്ലോ, ഇനിയിപ്പോൾ എളുപ്പമായി. ആ വീട്ടിലേക്ക് തന്നെ 5 വേശ്യ സ്ത്രീകളെ താമസിപ്പിച്ചു എന്നാണ് കഥ. എന്താണ് ഈ വേശ്യ എന്ന് പറഞ്ഞ അർത്ഥം? വശീകരിക്കുന്നവൾ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ തന്നെയാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് എൻ്റെ വേശ്യകൾ. ഞാൻ ചെവി നല്ല പാട്ട് കേൾക്കുമ്പോൾ അവിടെ പോവും, നല്ല മണം വന്നാൽ അവിടേക്ക് പോവും, നല്ല എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ണ് അവിടേക്ക് പോവും. സ്പർശിക്കാനുള്ള ശബ്ദസ്പർശ രസരൂപങ്ങളിലൂടെ എൻ്റെ യാത്രയാണ്. 5 കുതിരകൾ കണ്ടിട്ടില്ലേ? ഭഗവത്ഗീതയിൽ 5 കുതിരകളാണ്. അതെൻ്റെ ഇന്ദ്രിയങ്ങളാണ്. ഈ ഇന്ദ്രിയങ്ങളിലെ യാത്ര ചെയ്യുന്നവരൊക്കെ ഇപ്പം ഞാനെന്താ ചെയ്തിരിക്കണേ, 5 വേശ്യകളുമായിട്ടാണ് സംഘം. അതാണ് ഈ വ്യാസ മഹർഷിയുടെ വളരെ വിശാല ബുദ്ധി. ഇത്തരത്തിലുള്ള പുരാണ കഥകളെ അദ്ദേഹം വളരെ രസകരമായി നമുക്ക് തന്നിട്ട് അതിനുള്ളിൽ മനോഹരമായിട്ടുള്ള ആ മധുരം പൊതിഞ്ഞു വച്ചിരിക്കുക. അത് വേണം നമ്മൾ തിന്നാൻ. ഭക്ഷിക്കേണ്ടത് അതാണ്. ഭാഗവതം അതാണ്. സുഖം നമുക്ക് തന്നിരിക്കുക. തത്ത സെലക്ട് ചെയ്യാൻ എന്തായിരിക്കും? നല്ല മധുരമുള്ള പഴങ്ങളെ സെലക്ട് ചെയ്യുള്ളൂ. പുളിയുള്ളതൊന്നും അത് കഴിക്കില്ല. ഈ ഭാഗവതമാവുന്ന നിഗമ കൽപ്പ ആ ഒരു അതിൻ്റെ ഗളിതമായിട്ടുള്ള ആ ഫലം നമുക്ക് തന്നിരിക്കുക. കുടിച്ചോളൂ എന്ന് പറഞ്ഞാൽ കടിച്ചു പൊട്ടിക്കുന്നത് വേണ്ട, പാനം ചെയ്താൽ മതി, വളരെ സുഖം. അപ്പോൾ ഇവിടെ ഈ ബ്രഹ്മദേവൻ്റെ ആത്മദേവൻ്റെ കഥയിലേക്ക് വരുമ്പോൾ ദുന്ദുകാരി വളരെയധികം ബുദ്ധിമുട്ട് ചെയ്തു. 5 വേശ്യകളെ വീട്ടിൽ വെച്ചു. 5 ഇന്ദ്രിയങ്ങളുമായിട്ട് അദ്ദേഹം അടിമയായി. 5 ഇന്ദ്രിയങ്ങളും 10 കർമ്മേന്ദ്രിയങ്ങളും ഉണ്ട്. 5 കർമ്മേന്ദ്രിയങ്ങളും 10 ജ്ഞാനേന്ദ്രിയങ്ങളുള്ളവനാണ് രാവണൻ, കണ്ടിട്ടില്ലേ? 10ഉം അദ്ദേഹത്തിന് ലോകം കാണുന്നത് അതിലൂടെയാണ്. അപ്പോൾ ബുദ്ധിമുട്ടാവും. അങ്ങനെയുള്ള ആൾക്കാരെ രാമൻ വകവരുത്തിയേ മതിയാവും.
അപ്പോൾ ഇവിടെ ഈ ദുന്ദുകാരി അനിഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കി. അവസാനം രാജാവിൻ്റെ കൊട്ടാരത്തിലുള്ള സ്വർണങ്ങളൊക്കെ കട്ടുകൊണ്ട് ഉറങ്ങി. ഇത് കേട്ടപ്പോൾ ഇവിടെയുള്ള സ്ത്രീകൾ എന്ത് ചെയ്തു? ഈ വ്യക്തിയെ ഒരു കട്ടിലിൽ കെട്ടിയിട്ടിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് കത്തിക്കാൻ അടിച്ചു കൊന്ന് ഈ വ്യക്തിയെ കത്തിച്ച് അദ്ദേഹം ഭൂതം പ്രേതമായി മാറാണ്. അദ്ദേഹത്തിന് മോക്ഷം കിട്ടിയില്ല. കാരണം ചെയ്തതൊക്കെ അധർമ്മം. ഗോകർണനും ഇങ്ങനെ പല പല സ്ഥലത്ത് കറങ്ങി അവസാനം ഈ വീട്ടിലേക്ക് എത്താണ്. ഈ ദുന്ദുകാരി മരിച്ച ആ വീട്ടിൽ അവിടെ എത്തിയപ്പോൾ ഒരു വലിയൊരു പ്രേതം ഇങ്ങനെ വരുന്നു. പാമ്പായിട്ടും നരിയായിട്ടും സിംഹമായിട്ടൊക്കെ പല രൂപത്തിൽ ഇങ്ങനെ ഒരാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അങ്ങ് ആരാണ്? അപ്പോൾ ഈ ദുന്ദുകാരി പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ്, താങ്കളുടെ തന്നെ സഹോദരനായിട്ടുള്ള ദുന്ദുകാരിയാണ്. എനിക്ക് മോക്ഷം കിട്ടിയില്ല. എൻ്റെ അധർമ്മ ഫലങ്ങൾ നിമിത്തം വളരെ ബുദ്ധിമുട്ടിലായി ഞാൻ. എന്നെ എങ്ങനെയും ഒന്ന് രക്ഷിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി ഞാൻ നോക്കട്ടെ, നാളെ രാവിലെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അത്രേ. അദ്ദേഹം അതിരാവിലെ തന്നെ എന്നിട്ട് ഗായത്രിയൊക്കെ ചൊല്ലിക്കൊണ്ട് സൂര്യഭഗവാനോട് ചോദിച്ചു അത്രേ, ഈ എൻ്റെ സഹോദരനായിട്ടുള്ള ദുന്ദുകാരിക്ക് ഞാൻ എങ്ങനെ എന്തൊക്കെ ചെയ്താലാണ് മോക്ഷം കിട്ടുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സൂര്യനൊന്നും മിണ്ടിയില്ലെന്നുള്ള. സൂര്യൻ അതിനുള്ള ഉത്തരം തന്നില്ല. ആ ദേഷ്യത്തിൽ ഇദ്ദേഹം സൂര്യനെ സ്തംഭിപ്പിച്ച് കളഞ്ഞു എന്നാണ് കഥ. ആര്? ഗോകർണൻ. ഇത് കഴിഞ്ഞപ്പോൾ സൂര്യന് ബുദ്ധിമുട്ടായി, കാരണം ഇനി അനങ്ങാൻ പറ്റില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, ഭാഗവതം കേൾപ്പിക്കൂ, അതാണ് ഈ ദുന്ദുകാരിക്കുള്ള മോക്ഷം. അങ്ങനെ അവർ അവിടെ സപ്താഹം തുടങ്ങി. ഗോകർണൻ പറയും, ബാക്കിയുള്ളവരൊക്കെ ഇരിക്കും. ദുന്ദുകാരിക്ക് ഇരിക്കാനായിട്ട് ഒരു മുള കൊണ്ടുവച്ചു. ഒരു മുളയിൽ കയറ്റി ഇരുത്തിയെന്ന ഈ പ്രേതത്തിന്. ഇപ്പോഴും എല്ലാ ഭാഗവത സപ്താഹം നടക്കുന്ന സ്ഥലത്തും ഒരു മുള വയ്ക്കും, ദുന്ദുകാരിക്ക് ഇരിക്കാനാണ്. ഓരോ ദിവസവും ഇങ്ങനെ പ്രഭാഷണം, ഈ സപ്താഹം തുടങ്ങിക്കൊണ്ടിരുന്നു. ഓരോ ദിവസവും ഓരോ മുളയുടെ ആ ഗ്രന്ഥി പൊട്ടും, ടക്ക് 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 എന്നിട്ട് ഓരോ ദിവസവും പൊട്ടിക്കൊണ്ടിരിക്കുക. 7ാമത്തെ ദിവസമായപ്പോണ്ട് വിമാനം വരുന്നു. വിഷ്ണുവിൻ്റെ പാർഷദന്മാർ വിമാനവുമായി വന്നിരിക്കുകയാണ്. ആരെ കൊണ്ടുപോകാൻ? ഇത്രയൊക്കെ അധർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ദുന്ദുകാരി. എന്താ അയാൾ ചെയ്തത്? അവസാനം ഭക്ഷണം പോലും കഴിക്കാതെ, പ്രേതമാണല്ലോ, ഒരേ ധ്യാനം. ഇത് കേട്ടുകൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹം. ഈ ഭാഗവതം മനനം ചെയ്യാണ്. ഇദ്ദേഹം കേട്ട പോലെയോ പ്രവർത്തിച്ച പോലെ ആരും ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് ദുന്ദുകാരിക്ക് വേണ്ടി മാത്രം വിമാനം വന്നു. ദുന്ദുകാരിക്ക് സംശയം. അദ്ദേഹം പറഞ്ഞു, ഞാനല്ല ഇതിന് യോഗ്യൻ, എൻ്റെ സഹോദരനായിട്ടുള്ള ഗോകർണനാണ് ഇത് പറഞ്ഞതല്ലോ, അപ്പം അദ്ദേഹത്തെ വേണ്ടേ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകാൻ? അല്ലല്ല, നീയാണ് ഇതിന് ഉത്തമമായിട്ടുള്ള അധികാരി. കാരണം നീ മാത്രമേ ഇത്ര കൂട്ടത്തിലിരുന്നവരിൽ അത് കേട്ട് മനനം ചെയ്ത് അത് അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്ന ആൾ. അതുകൊണ്ട് നിനക്കായിരിക്കും വൈകുണ്ഠപ്രാപ്തി. ആ വിമാനത്തിൽ പോയി അദ്ദേഹം ഇങ്ങനെ പോവാണ്. അടുത്ത തവണ ഗോകർണനും മറ്റുള്ളവരും എന്ത് ചെയ്തു? അത് ശരി, ഇങ്ങനെ ഉണ്ടല്ലേ, ഇത് വളരെ അധികം സൂക്ഷ്മമായി ഇതിനെ പഠിക്കുകയും മനനം ചെയ്താൽ മാത്രമേ നമുക്കും വിമാനം വന്ന് കൊണ്ടുപോകുള്ളൂ. അടുത്ത തവണ വന്നപ്പോൾ എല്ലാവർക്കും വിമാനം വന്നു എന്നാണ്. 1000കണക്കിന് വിമാനം. ഇവിടെയും വരും. നമ്മളും അതിനുള്ള ആ പ്രാപ്തി നമുക്ക് ഉണ്ടാവണം. നമ്മൾ ഓരോ ദിവസവും മനനം ചെയ്യുക, ആ മഹത്തായ ഗ്രന്ഥം പാരായണം ചെയ്യുക. ഭൂമിയിൽ മാത്രമേ ഇതുള്ളൂ, സ്വർഗത്തിലില്ല. ദേവന്മാരൊക്കെ കൂടിയിട്ട് ആകെ അടിപിടിയാണ് ഈ ഭാഗവതം കേൾക്കാൻ വേണ്ടി. അവർ ശുഖബ്രഹ്മർഷിയുടെ അടുത്തേക്ക് പോയെന്നാണ്, ഞങ്ങൾ പരീക്ഷത്തിനെ രക്ഷിക്കാൻ വേണ്ടി അമൃത് തരാം. അമൃത് കഴിച്ചോട്ടെ അദ്ദേഹം, പിന്നെ അദ്ദേഹത്തിന് മരണമില്ല, ഞങ്ങൾക്ക് ആ ഭാഗവതം തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശുഖബ്രഹ്മർഷി പറഞ്ഞു, ഇത് കച്ചവടത്തിൻ്റെ വസ്തുവല്ല, ഒന്ന് തന്നു കഴിഞ്ഞാൽ ഇത് തരാം, വേഗം ഓടിക്കോളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ പോയി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഇവിടെ ഇനി ഭാഗവതം സപ്താഹം തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പം അത്രയും ശ്രേഷ്ഠമായ ഗ്രന്ഥമാണ്. ഭഗവാൻ തന്നെയാണ് ഭാഗവതം. ഈ 12 അംഗങ്ങളും നമ്മൾ കാണാം. ഓരോരോ 11ാമത്തെ അധ്യായം എന്ന് പറഞ്ഞാൽ മസ്തകമാണ്, അത് തത്വചിന്തയാണ്. 10 ഹൃദയമാണ്, പ്രേമമാണ്. അപ്പോൾ ഭഗവാന്റെ ലക്ഷ്യം തന്നെ എന്താണ്? നമ്മുടെ ഉള്ളിലൊക്കെ പ്രേമവും ഭക്തിയും വൈരാഗ്യവും ജ്ഞാനവും നിറഞ്ഞുകൊണ്ട് നമ്മൾ ഭഗവാന് സമന്മാരായി മാറുന്നുള്ളതാണ്. എല്ലാവരിലും ബ്രഹ്മമായി മാറും, എല്ലാവരും ഈശ്വരനായി മാറും. ആ നരനിൽ നിന്ന് നാരായണനിലേക്കുള്ള
യാത്ര. ആ ഭഗവാനെയാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പല ആൾക്കാരും പറയാറില്ലേ അവൻ കൃഷ്ണനാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ച്, ഈ സ്ത്രീ വിഷയ തലപ്പരമായ ആൾക്കാരെയൊക്കെ പറയും നമ്മൾ അവൻ കൃഷ്ണനാത്രേ. എത്ര തെറ്റായ കാര്യങ്ങളാണ് പറയണത്. ആ പരമമായ പരമാത്മാവ് ഈ 16,008 ഭാര്യമാരെന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിൻ്റെ 8 അഷ്ടലക്ഷ്മികളും 16,000 അനന്തമായത്. മീരാബായി ഉണ്ട്, വളരെ ഭക്തിയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. അവർ പറയുന്നുണ്ട് ആകെ ഒരു പുരുഷനേ ഉള്ളൂ, അത് കൃഷ്ണനാണ്. നമ്മളൊക്കെ സ്ത്രീകളാണ്. ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അത്രേ, അവിടുത്തെ തിരുമേനിക്കൊരു വ്രതമുണ്ട്, സ്ത്രീകളെ കയറ്റില്ല അദ്ദേഹം. എത്രയോ കൊല്ലമായിട്ടുള്ള വ്രതം. ആ ക്ഷേത്രത്തിലേക്ക് പാടി ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ട് വരാണ് ആര്? മീരാബായി. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു നിങ്ങൾക്കറിയില്ലേ ഇവിടെ വരാൻ പാടില്ല? അപ്പോൾ അവർ പറഞ്ഞു തിരുമേനി, നിങ്ങളും ഞാനും എല്ലാവരും കൃഷ്ണൻ്റെ മുമ്പിൽ സ്ത്രീകളാണ്, ആകെ ഒരു പുരുഷനേ ഉള്ളൂ. എന്താണ് ഈ പുരുഷൻ? ഈ പുരത്തിൽ ശയനം ചെയ്യുന്നവൻ. ഈ പുരത്തിനുള്ളിലുള്ള ഈ വലതുവശത്താണ് നമ്മുടെ ഹൃദയം, ഇടതുവശത്ത് ഈ രക്തം പമ്പ് ചെയ്യാനുള്ള ഹൃദയമാണ്. ഈശ്വരനുള്ളത് വലതുവശത്താണ്. അവിടെ വളരെ ചെറിയ രീതിയിൽ ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഞാൻ എന്ന് പറയുമ്പോൾ ഇവിടെ തട്ടും, ഇവിടെ അല്ല, ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നത്. ഐ ഏതോ ഒരു വ്യക്തി ചോദിച്ചു അത്ര, ഒരു ഭക്തൻ രമണ മഹർഷിയോട് ഈശ്വരനുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം അദ്ദേഹം ചോദിച്ചു നീയുണ്ടോ എന്നുള്ളതാണ്. ഞാനുണ്ട്, അതേ ഉള്ളൂ എന്നുള്ളതാണ്. എല്ലാം ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ? എല്ലാം ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഈശ്വരനുണ്ട്, ഈശ്വരനില്ല എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയുമുണ്ട്, ശൂന്യതയുമുണ്ട് അല്ലേ? എല്ലാം പൂജ്യം ശൂന്യമായിട്ടുള്ള അതുമുണ്ട്, എല്ലാമുണ്ട്. ഇപ്പോൾ ക്ഷേത്രമുണ്ട്, ഞാനുണ്ട്, നിങ്ങളുണ്ട്. ഉണ്ട് ഉണ്മ, സത് വസ്തു മാത്രമേ നിലവിലുള്ളൂ. അതിൻ്റെ വിപരീതമാണല്ലോ അസത്ത്. നമ്മൾ കുട്ടികളിൽ നിന്ന് അങ്ങനെ വിളിക്കരുത്, സത്യ എന്നൊക്കെ വിളിക്കുമല്ലോ അത് തെറ്റായിട്ടുള്ള ഒരു പരാമർശമാണ്. കാരണം ആ കുട്ടി അസത്തല്ല, ശരീരം അസത്താണ്. ശരീരം നശിക്കാനുള്ളതാണ്, പക്ഷേ അതിനുള്ളിലുള്ള സത്തായിട്ടിരിക്കുന്ന ഒരു വസ്തുവുണ്ട്. കേട്ടിട്ടില്ലേ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ആൾക്കാർ മരിച്ചു പോയാൽ എന്താ പറയുക? സത്ത് പോയിട്ടേ എന്ന് പറയും അല്ലേ? ഉള്ളിലുള്ള സത്ത് വസ്തു പോയി. അത് ഇവിടെ വരുമ്പോൾ ചത്തുപോയി എന്ന് പറയും, ചാന്നാവും, സാന്നുള്ള. ദൈവം എന്നുള്ള പറഞ്ഞിട്ടാണല്ലോ തെയ്യം നായത്. ദൈവം എന്നുള്ളത് ലോപിച്ച് തെയ്യം നായി എന്ന് പറഞ്ഞ പോലെ സത്ത് എന്നുള്ള ലോപിച്ച് ചാന്നായി ചത്തുപോയി. ശരിക്കുള്ള വസ്തു സത്ത് എന്നുള്ള വാക്കാണ് ശരി. അത് തമിഴന്മാർ നന്നായിട്ട് പറയുന്നുണ്ട്. അവരുടെ ഭാഷ ഒന്നുകൂടി ഗ്രേറ്റ് ആണല്ലോ, എത്രയോ പഴക്കമുള്ള ഭാഷയാണ്. അപ്പോൾ അവർ പറയും സത്ത് പോയിട്ടേ. അവർ ആഘോഷിക്കുകയാണ് ചെയ്യണേ, ബാൻഡൊക്കെ കൂട്ടിയിട്ട് മരണത്തെ ആഘോഷിക്കുന്ന ജനത. ശരിക്കും അതല്ലേ വേണ്ടത്? ഒരു വ്യക്തി ജീവിതം ഇവിടെ ഈ ഭൂമിയിൽ വരുമ്പോഴാണ് കരയേണ്ടത്. ആ കുട്ടിയും കരയുന്നുണ്ട്, കരഞ്ഞുകൊണ്ടേ ഒരാൾക്ക് വരാൻ പറ്റുള്ളൂ. ചിരിച്ചുകൊണ്ട് വന്ന ആൾക്കാർ കുറച്ച് പേരേ ഉള്ളൂ അത്രേ. ഒന്ന് മഹാവീരൻ തുടങ്ങിയിട്ടുള്ള കുറച്ച് പേരുണ്ട്. ഒരു സരതുഷ്ടൻ എന്നൊരാളുണ്ട്, സരതുഷ്ടൻ. അദ്ദേഹവും ജനിച്ചപ്പോൾ ചിരിച്ചുകൊണ്ടത്രേ. വളരെ ബുദ്ധൻ ഇത്തരത്തിലുള്ള കുറച്ച് പേരൊക്കെ ഉള്ളൂ എന്നാണ്. കാരണം അവർ ബോധപൂർവം ജനിച്ചവരാണ്. ബോധപൂർവം ജനിച്ചവർക്കേ ബോധപൂർവം മരിക്കാൻ പറ്റുള്ളൂ. ഇന്ന് നമ്മളൊക്കെ മരിക്കുന്നത് ബോധപൂർവമാണോ? അല്ല എന്നാണ്. ICUവിലാണ് മരിക്കുക. എല്ലാവരും മരിക്കുന്നത് ഇവിടെ ICUവിൽ ബോധമില്ലാതെ അല്ലേ? എന്തുകൊണ്ടാണ് ബോധം നഷ്ടപ്പെടുന്നത്? ഭയം കൊണ്ട്. ശരീരത്തിൻ്റെ ഒരു ഗ്രേറ്റ്നെസ്സാണത്. നമുക്ക് സഹിക്കാവുന്നതിലും അപ്പുറം സന്തോഷമാവട്ടെ ദുഃഖമാവട്ടെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ബോധം നഷ്ടപ്പെടും. മരണം എന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭയം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ബോധം പോയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ICUവിൽ കിടക്കേണ്ടി വരും. അപ്പോൾ എന്ത് പറ്റും? നമുക്ക് പിന്നെ ഏത് ഗർഭപാത്രത്തിൽ ജനിക്കണം എന്നുള്ളതിൻ്റെ യാതൊരു കൺട്രോളും ഇല്ല. നമ്മുടെ വാസനകൾ കൊണ്ട് പല അത്തരത്തിലുള്ള ഗർഭത്തിലെത്തും. ഒരു മഹാൻ 700 കൊല്ലം സെർച്ച് ചെയ്തു അത്രേ അദ്ദേഹത്തിനുള്ള ഗർഭപാത്രം. എന്നിട്ടാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം തിരഞ്ഞെടുക്കുകയാണ് അച്ഛനമ്മേനെ. അപ്പോൾ നമ്മൾ പറയാറില്ലേ അച്ഛനമ്മേനെയും തിരഞ്ഞെടുക്കാൻ പറ്റില്ല എന്ന്? പറ്റും എന്നുള്ളതാണ്. ഓരോ വ്യക്തികളും
ബോധപൂർവം ജീവിക്കുക. ഓരോരോ കാര്യം ചെയ്യുമ്പോഴും ബോധപൂർവം. പണ്ട് ഒരു കഥ കേട്ടിട്ടില്ലേ, ബുദ്ധനോട് ഒരു കള്ളൻ ചോദിച്ചു അത്രേ, ഞാനിനി എന്ത് ചെയ്യണം, ഞാൻ കട്ടോട്ടെ, ഇനിയും തുറന്നോട്ടെ? അപ്പോൾ പറഞ്ഞു, ഓ തുറന്നോളൂ, ബോധപൂർവം കക്കൂ. ബോധപൂർവം പിന്നെ അയാൾക്ക് കക്കാൻ പറ്റിയിട്ടില്ല എന്നാണ്. ഒരു വസ്തു ഇങ്ങനെ കക്കുമ്പോൾ ബോധപൂർവം ഞാനവിടെ വീണ്ടും വയ്ക്കും. അതെനിക്ക് മോഷ്ടിക്കാൻ പറ്റില്ല. മോഷണവും കള്ളത്തരങ്ങളും രണ്ടാട്ടോ. ഒരു കവി പാടിയിട്ടില്ലേ, വെറും ഒരു മോഷ്ടാവായ തന്നെ കള്ളനെന്ന് വിളിക്കല്ലേ എന്നാണ്. കള്ളൻ വേറെ, മോഷ്ടാവ് വേറെ. കള്ളൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ആർക്കും കൊടുക്കാതെ ഞാൻ മാത്രം എല്ലാം തിന്നാം, എല്ലാം ഈ കിട്ടിയിട്ടുള്ള സൗഭാഗ്യങ്ങളൊക്കെ ഞാൻ ആർക്കും കൊടുക്കാതെ ഒറ്റയ്ക്ക് ഭക്ഷിക്കുന്നവൻ്റെ പേരാണ് കള്ളൻ. മോഷ്ടിക്കുന്നവൻ കള്ളനല്ല, അത് മോഷ്ടിച്ചു, വേറെ വ്യക്തിയുടെ ഒരു വസ്തു എടുത്തു. കള്ളൻ അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വെറും ഒരു മോഷ്ടാവായ തന്നെ കള്ളൻ എന്ന് വിളിക്കില്ല എന്ന് അയ്യപ്പപ്പണിക്കർ പാടിയിരിക്കുകയാണ്. അത് ഗ്രേറ്റ്നെസ്സാണത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭാരതത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ തന്നെ പുണ്യമായി കഴിഞ്ഞതാണ്. എനിക്ക് സങ്കടമുള്ളത്, ഇവിടുന്ന് അനേകം കുട്ടികൾ ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്നുണ്ട്. അത് വളരെയധികം എനിക്ക് വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം ഇത്രയും റിച്ചായിട്ടുള്ള ഭാരതഭൂമി, ജംബുദ്വീപേ ഭാരതഖണ്ഡേ, ജംബുദ്വീപമാണത്. ദ്വീപിൻ്റെ ഗുണമെന്താ? കാരുണ്യം. 4 സ്ഥലത്തും ജല, മുകളിൽ ഹിമാലയം, ജലം അടിഞ്ഞ് ഈ ഇതായി ഖരമായിട്ട് ഐസായിരുന്നുള്ളൂ. 4 സ്ഥലവും വെള്ളമാണ്. എവിടെയാണോ ജലമുള്ളത് അവിടെ കാരുണ്യമുണ്ടാവും. ചില ആളുകളുടെ വീട്ടിൽ കണ്ടിട്ടില്ലേ, വലിയൊരു ഉരുളിയിൽ വെള്ളം കെട്ടിട്ട്, അത് നല്ലതാണത്. നമ്മുടെ ഉള്ളിലുള്ള ജലം അത് കാണുമ്പോൾ നമുക്കൊരു ആനന്ദം വരും, കാരുണ്യം വരും. മരുഭൂമി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും കാരുണ്യം കുറയും. എന്താ കാരണം? അവിടെ ജലം ഇല്ല, അവിടെ ശിവമില്ല, ശവമാണ്, താഴത്ത് പെട്രോളാണ്, ശവഭൂമിയാണ്. ഇത് ശിവഭൂമിയാണ്, ദേവഭൂമിയാണ്. ഇവിടെ മഹാദേവൻ താമസിക്കുകയാണ്. മഹിമയൂർ എന്നല്ലേ, മഹിമയൂർ ലോപിച്ചിട്ടാണല്ലോ മമ്മിയൂർ എന്നായത്. അദ്ദേഹം മഹിമ ത്യാഗം ചെയ്തു. അവിടെ സാക്ഷാൽ ഗുരുവായൂരപ്പന് ഉള്ളൊരു ക്ഷേത്രം പണിയാൻ വേണ്ടി അവർ ഈ മഹാദേവനും പാർവതിയും ഇവിടേക്ക് മാറ്റി സ്ഥലം അല്ലേ, ഒഴിഞ്ഞു കൊടുത്തു. അത്രയും ത്യാഗം ചെയ്തിരിക്കാം. അപ്പോൾ മഹിമയുള്ള യൂര് മഹിമയൂരായി മാറി. അത് ഗുരുവിനെയും വായുവിനെയും അവർ പ്രതിഷ്ഠിച്ച യൂര് ഗുരുവായൂരായി മാറി. അവിടെ ശ്രീകൃഷ്ണൻ എത്രയോ കാലങ്ങളായിട്ട് പൂജിച്ച വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്. അപ്പോൾ എത്ര ഗ്രേറ്റ്നെസ്സാണ്, എത്ര കൊല്ലത്തെ പഴക്കമുണ്ടാവും. അതിങ്ങനെ ഒഴുകി ഈ വായുവും ഗുരുവും കൂടി ഇവിടെ അവർ നല്ല സ്ഥലങ്ങൾ തപ്പി നടന്നതാണ്. പോസിറ്റീവായിട്ടുള്ള ഒരു നല്ല സ്ഥലങ്ങൾ എവിടെയാണ് അതിന് കിട്ടി. മഹാദേവൻ ഇവിടെ ഉണ്ട്, നിങ്ങളുടെ ഗ്രാമദേവതയാണ്. എല്ലാവരും എന്നും ഒന്ന് ആ ചൈതന്യത്തെ ആവാഹിച്ച് മോക്ഷത്തിലേക്ക് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. വേറൊന്നുമില്ലെങ്കിലും ഭഗവത് സ്മരണ ഉണ്ടെങ്കിൽ എല്ലാം ആയിന്നാണ്. എത്ര പൂജ്യമിട്ടാലും ഇപ്പുറത്തൊരു ഒന്നുണ്ടെങ്കിലേ അതിന് വിലയുള്ളൂ. ആ ഒന്ന് പരമാത്മാവായിട്ടുള്ള മഹാദേവനാണ്, കൃഷ്ണനാണ്, നാരദരാണ്. നാരദർ വേറൊരു മഹാത്മാവാണ്, നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുക. ഏഷണി പറയുന്ന ആൾക്കാർ നമ്മൾ പറയും അവൻ നാരദനാത്രേ. നേരത്തെ പറഞ്ഞ പോലെ ഒരു വാക്കിൻ്റെ ഏറ്റവും അവസാനത്തെ അർത്ഥമാണ് നമ്മൾ എടുക്കുന്നത്. മലയാളത്തിലെ ഏഷണിയല്ല ശരിക്കുള്ള അർത്ഥം. ഏഷണാത്രയങ്ങളുണ്ട് ഇത്രേ. ഏഷണാത്രയങ്ങൾ 3 വിത്ത്, വിത്തേഷണ, പുത്രേഷണ, ലോകേഷണ. ഈ വിത്തിനോടും പുത്രനോടും ലോകത്തിനോടുള്ള എൻ്റെ ഒരു ഒട്ടലുണ്ട്, സംഘം. അതിനെ വിട്ട് നമ്മളെ ഉയർത്തുന്ന മഹാത്മാവാണ് നാരദൻ. നാരം ദദാതി ഇതി നാരദാണ്, അറിവിനെ തരുന്നവൻ. അത്രയും ഗ്രേറ്റ്നെസ്സാണ്. അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മം അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. നാരദൻ്റെ പൂർവ്വജന്മം അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. ഒരു വീട്ടുകളിലൊക്കെ പോയിട്ട് അവരുടെ പാത്രം കഴുകുകയും അടിച്ചു വാരുകയും ചെയ്യുന്നൊരു പാവം സ്ത്രീയുടെ മകനായിരുന്നു ആര്? ഈ നാരദ മഹർഷി കഴിഞ്ഞ ജന്മത്തിൽ. അത് അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. ഈ കുട്ടിയും നല്ല ധർമ്മമായിട്ട് ചെയ്യും, ഇങ്ങനെ നടക്കായിരുന്നു. അപ്പോഴാണ് കുറേ ഋഷിമാർ ചാതുർമാസ്യത്തിന് വരാണ് അവിടെ. 4 മാസം ഈ ഗൃഹസ്ഥരുടെ ഒരു ധർമ്മമാണ് എന്ത്?
ഈ ഇത്തരത്തിലുള്ള മഹാത്മാക്കളെ 4 മാസം ഇവിടെ വരുത്തിയിട്ട് നമ്മളവരെ പൂജിക്കണം. അവർ നമുക്ക് പലതരത്തിലുള്ള സത്സംഗങ്ങളും പറഞ്ഞു തരും, പലതരത്തിലുള്ള കഥകളും ഭഗവാന്റെ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെയും വന്നു ഈ നാരദൻ്റെ പൂർവ്വജന്മത്തിലത്തെ ആ നാട്ടിലേക്ക് വന്നു ആര്, കുറേ ഋഷിമാർ. അവർ പല പല ഭഗവാന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നാരദൻ അത് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആദ്യമൊന്നും മനസ്സിലായില്ല, വളരെ കഠിനമായി തോന്നി. പിന്നെ 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 ഇതിനോട് പ്രേമം വരികയും ആ ഭക്തി വരികയും ഈ ഈശ്വരനോടുള്ള ആ കാരുണ്യം വർദ്ധിക്കുകയും അദ്ദേഹം പിന്നെ അതിൽ മുഴുകിയിരിക്കുകയും. ഇങ്ങനെ അവർ ഭക്ഷിക്കുന്നതിൻ്റെ ഒരു പങ്ക് നാരദനും കൊടുക്കും. പല കഥകളും പിന്നെയും പറയും, മന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കും അദ്ദേഹത്തിന്. വാസുദേവ ഉപാസന ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വാസുദേവ ഗായത്രി പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാരദൻ ഇങ്ങനെ സാത്വികമായി വന്നുകൊണ്ടേയിരിക്കും. 4 മാസം കഴിഞ്ഞപ്പോൾ അവർ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി കെട്ടും കെട്ടി പോകാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എന്നെയും കൂടി ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ, എനിക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അദ്ദേഹത്തിൻ്റെ വേറൊരു ജോലി അറിയില്ല. അപ്പോൾ പറഞ്ഞു, നീ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ വരേണ്ട സമയമായിട്ടില്ല, ഈ ഒരു കാര്യം ചെയ്യൂ, ഇതേ ധ്യാനത്തിലൂടെ നടക്കൂ, ഭഗവാൻ ഒരു ദിവസം നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടും. അങ്ങനെ ഈ കുട്ടി വീണ്ടും ആ ഗ്രാമത്തിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ അമ്മയെ കാലമാകുന്ന സർപ്പം, വലിയൊരു ഭയങ്കര സർപ്പം അത്രേ, കാലമാകുന്ന സർപ്പം, അത് ടൈം, ഈ 7 ദിവസത്തിൽ ഞാനും നിങ്ങളൊക്കെ മരിക്കുമല്ലോ. എല്ലാ വ്യക്തികൾക്കും 7 ദിവസമേ ഉള്ളൂ. അത് ഈ മാസമാവാം, അടുത്ത മാസമാവാം, 10 കൊല്ലം കഴിഞ്ഞാവാം, എത്ര കൊല്ലമായാലും തീരുമാനിച്ചിരിക്കുന്നത് സപ്താഹ 7 ദിവസമേ ഉള്ളൂ. അതിനുള്ളിൽ കാലമാകുന്ന സർപ്പം നമ്മളെയും കൊത്തും. അങ്ങനെ ഈ പാവം നാരദൻ്റെ അമ്മയെയും ഈ കാലമാകുന്ന സർപ്പം കൊത്തിത്രേ. അവർ മരിച്ചു. ഇനിയിപ്പോൾ ആരുമില്ല. ആ കുട്ടി ഇങ്ങനെ നടന്ന് പല പല വനങ്ങളിലൂടെ നടന്ന് വലിയൊരു ആൽമരം കണ്ടു. അവിടെ ഇരുന്നതാണ് കഥ. എന്നിട്ട് ഇങ്ങനെ ധ്യാനിക്കുക. ആ സമാധിയിൽ ഇരുന്നപ്പോൾ അത്രേ വലിയ ആയിരക്കണക്കിന് സൂര്യൻ്റെ തേജസ്സുള്ളൊരു ഇങ്ങനെ ഒരു രൂപം ഇങ്ങനെ വരണം. സാക്ഷാൽ ഈശ്വരൻ അദ്ദേഹത്തിന് ദർശനം കൊടുത്തിരിക്കുക. അതിരറ്റ ആനന്ദം കിട്ടി അല്ലേ. ഈശ്വരനെ കണ്ടപ്പോൾ വളരെ ആനന്ദം. പക്ഷെ അത് അധികം നീണ്ടു നിന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പോയി. വീണ്ടും സമാധിയിൽ ഇരുന്ന് നോക്കി, നടന്നില്ല. അപ്പോൾ ഒരു അശരീരി കേട്ടു അത്രേ, ആ സത്തുക്കളുമായിട്ട് നിൻ്റെ സംഘം ഉണ്ടായല്ലോ ആ കുറച്ച് നാൾ, അതിൻ്റെ ഗുണമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത്. ഇനിയും താങ്കൾക്ക് ഇത് അവസാനിച്ചിട്ടില്ല. താങ്കൾ ആ വിഷ്ണുവിൻ്റെ പാർഷദനായി മാറും, ഉറപ്പാണ്. തുടരൂ, ഇതേ കർമ്മങ്ങൾ തുടരൂ. അങ്ങനെ പ്രളയം വന്നു അത്രേ, എല്ലാം പോയി അത്രേ. വീണ്ടും അടുത്ത യുഗം വന്നു. ആ യുഗത്തിൽ നാരദരാരായി മാറി? ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായിട്ട് ജനിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും ചലിക്കാം, ത്രികാലജ്ഞാനി, എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം, അങ്ങനെ ഒരു കഴിവിട്ടിരിക്കുക. ഗോലോകത്തിൽ പോയപ്പോൾ അവിടെ രാധ അദ്ദേഹത്തിന് ഒരു വീണയും കൊടുത്തു. ആ വീണയും പാരായണം നാരായണ നാരായണ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. ഈ നാരദൻ നമ്മുടെ ഉള്ളിൽ അവതരിച്ചിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, എല്ലാ മഹത്തുക്കളും നമ്മുടെ ഉള്ളിലുണ്ട്, പുറത്തുണ്ട്. കണ്ണടച്ചൊന്ന് നോക്കാം. ഏത് മഹാക്ഷേത്രങ്ങളിൽ പോയാലും നമ്മൾ എന്ത് ചെയ്യും? ആ മഹാദേവനെ കണ്ടിട്ട് പിന്നെന്താ ചെയ്യുക? കണ്ണടയ്ക്കും. ഉള്ളിലേക്കുള്ള ആ ദർശനമാണ് നമുക്ക് ആനന്ദം നൽകുള്ളൂ. ഉറങ്ങാതെ ഉറങ്ങൽ എന്ന് പറയാം. ഉറങ്ങാതെ ഉറങ്ങുന്ന ഒരവസ്ഥയുണ്ട്. നമുക്കിന്ന് ഏറ്റവും ആനന്ദം കിട്ടപ്പോഴാണ് ഉറങ്ങുമ്പോൾ. പിറ്റേ ദിവസം നമ്മൾ പറയില്ലേ, ഓ നല്ല സുഖമായി ഉറങ്ങി. അപ്പോൾ ചോദ്യം എത്രയേ ഉള്ളൂ, ഈ ഉറങ്ങുമ്പോൾ ആരാണിപ്പോൾ ഇത് കണ്ടത് എന്നാണ്. ഞാൻ ഉറങ്ങിയെന്ന് പറയാൻ ഞാനല്ലാതെ വേറെ ആരോ ഇപ്പോൾ അവിടെ എന്നെ അത് അറിയിച്ചു തന്നിരിക്കുന്നു. ഞാൻ ഉറങ്ങുമ്പോഴും ഉറങ്ങാത്തൊരു വസ്തുവുണ്ട്, അതാണ് ഈശ്വരൻ. അത് ബ്രഹ്മം എന്ന് പറയുന്നു, പല പല പേരിൽ ഒരു ഭഗവാൻ എന്ന് പറയുന്നു. ഏതായാലും ഒരേ വസ്തു ഉള്ളിലുണ്ട്. അപ്പോൾ നമുക്ക് 5 പൈസ വേണ്ട എന്തിന്? ആനന്ദം നേടാൻ. കണ്ണടച്ച് ധ്യാനിച്ച് എന്താണോ ഉറങ്ങുന്ന സമയത്ത് ഉണ്ടായത് അത് റിപ്പീറ്റ് ചെയ്യാം. ഉറങ്ങുമ്പോൾ ഇന്ദ്രിയങ്ങളില്ല, ഡെഡ്, മനസ്സ് ഡെഡ്, എല്ലാം ബുദ്ധിയില്ല, ഞാനെന്ന ഭാവമില്ല, ഒന്നുമില്ല, ശരീരഭാവമില്ല. അപ്പോൾ നമുക്കെന്ത് മനസ്സിലായി? ഇതൊക്കെ ഇല്ലാത്തപ്പോഴാണ് ആനന്ദം വരുള്ളൂ. മനസ്സുണ്ടെങ്കിൽ ഈശ്വരൻ വരില്ല.
മനസ്സ് ആണ് നമ്മുടെ തടസ്സം നിൽക്കുന്ന ഒരു വസ്തു. മനസ്സെന്ന് പറഞ്ഞാൽ എന്താ? ചിന്തകളുടെ ഒരു കൂട്ടം. നമ്മൾ ആരോ കാട് കാണാൻ പോയല്ലോ, കാട് കാണാൻ പറ്റില്ല, മരങ്ങളേ ഉള്ളൂ. മരങ്ങളുടെ കൂട്ടത്തിനെയാണല്ലോ കാട് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിൻ്റെ എന്താർത്ഥം? കുറേ ചിന്തകളുടെ കൂട്ടം. ചിന്തകൾ കൂടുന്തോറും നമുക്ക് ദുഃഖം വരും. ആനന്ദം വരണമെങ്കിൽ എന്ത് ചെയ്യണം? മനസ്സിനെ ഇല്ലാതെയാക്കും. ഏത് ക്ഷേത്രത്തിൽ പോകുമ്പോഴും നമ്മൾ സ്വർണ്ണമോ ധനമോ മാത്രമല്ല കൊടുക്കേണ്ടത്. അത് കൊടുത്തോളൂ, നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. പക്ഷേ കൊടുക്കേണ്ടത് ഏറ്റവും ആദ്യം ഏതാണ്? നമ്മുടെ മനസ്സാണ്. ഈശ്വരനില്ലാത്തത് അതാണ്. അത് കൊടുക്കൂ. ആ ഒരു സമർപ്പണം വന്നു കഴിയുമ്പോൾ ഞാനല്ല പിന്നെ ചെയ്യുന്നത്, മഹാദേവനാണ്. ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. ജീവിതത്തിൽ എവിടെ നിൽക്കണം, എവിടെ പോകണം, എവിടെ പൊക്കണം, എവിടെ താത്തണം. നമ്മുടെ രഥം നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത്. ഈ ചരട് അത് കൃഷ്ണനെ ഏൽപ്പിക്കൂ എന്ന് പറയുന്നത്. ആരാണോ പരമാത്മാവായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന് സ്വന്തം ശരീരമാകുന്ന രഥം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്, അവരൊക്കെ മോക്ഷത്തിലേക്കുള്ള വഴിയാണ്. പരമമായ ലക്ഷ്യം ഇത് തന്നെ, മോക്ഷം. ധനം 25% ഉള്ളൂ അതിന് ഒരു റോള്. ധനം സമ്പാദിക്കേണ്ടത് 25%. 25 മാർക്ക് കിട്ടും. എത്ര എഴുതിയാലും 25 മാർക്കേ കിട്ടുള്ളൂ. അതാണ് പ്രശ്നം. എത്ര കോടികൾ നമ്മൾ ഉണ്ടാക്കിയാലും 25 മാർക്ക്. ജയിക്കാൻ എത്ര വേണം? മിനിമം 50 വേണം. അപ്പോൾ ജീവിതമാകുന്ന പരീക്ഷയിൽ ഞാൻ ധനം മാത്രം സംഭവിച്ചാൽ എന്ത് പറ്റും? തോറ്റുപോകും. ധനവും വേണം, 25 മാർക്ക് മതി. കലകൾ, ധർമ്മം, ഐശ്വര്യം, ജ്ഞാനം, വൈരാഗ്യം, ഇതെല്ലാം വേണ്ടേ? ഇന്നലെ ഇവിടെ കണ്ടില്ലേ, നല്ലൊരു കല അരങ്ങേറിയുണ്ടായിരുന്നു. അപ്പം നമ്മളത് ആസ്വദിക്കണം, കഥകളി ആസ്വദിക്കണം. എല്ലാത്തിലും നമ്മൾ ഒന്നായി മാറണം. അതിനും ഓരോരോ മാർക്കുണ്ട്. ഓരോരോ മാർക്ക് എല്ലാ വസ്തുക്കൾക്കും ഉണ്ട്. അതും നമ്മൾ ശേഖരിക്കണം. അതുകൊണ്ട് എനിക്ക് പുതിയ തലമുറയുടെ ആൾക്കാർ പറയാനുള്ളത്, ഭാരതം വിട്ട് നിങ്ങൾ എവിടെയും പോരുത്. നിങ്ങളുടെ വേര് അറുത്ത് മാറ്റിയ പോലെയാണ്. ഇവിടുന്ന് എല്ലാ വൃക്ഷങ്ങളും കൊണ്ടുപോയിട്ട് വേറൊരു സ്ഥലത്ത് നട്ടു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ആ ഒരു ഗുണമുണ്ടല്ലോ, അതിൻ്റെ മണ്ണ് വേറെയാണ്. ഇത്തരത്തിലുള്ള ഗുണമായ ഈ കാലാവസ്ഥ വേറെ എവിടെയും കിട്ടില്ല. ഭാരതത്തെ പോലെയുള്ള കാലാവസ്ഥ, കേരളത്തിലെ പോലെയുള്ള ഒരു കാലാവസ്ഥ എവിടെ പോയാൽ കിട്ടും? പല രാജ്യങ്ങളിലും ഇപ്പോൾ ഇരുട്ടാണ്. ഐസൊക്കെ നിറഞ്ഞിങ്ങനെ ഫുൾ തണുത്ത് കുറേ ഡ്രസ്സുകൾ ഇടണം, കുറേ കട്ടിയുള്ള ഷൂ ഇടണം. ഇതൊക്കെ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പോകാൻ പറ്റുള്ളൂ. പല രാജ്യത്തും സൂര്യനൊക്കെ വളരെ റയറാണ്. സൂര്യനല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യില്ല. ബുദ്ധി ഉത്തേജിപ്പിക്കുന്ന ആ മഹാനായിട്ടുള്ള ഒരു ദേവനാണ് സൂര്യദേവൻ. സൂര്യൻ ബുദ്ധിയാണ്, ചന്ദ്രൻ മനസ്സാണ്. അപ്പോൾ ഈ രണ്ടും നമുക്ക് ആവശ്യം ഉണ്ട്. സൂര്യനെ നമ്മൾ ആരാധിക്കണം, ഗായത്രി മന്ത്രങ്ങളും ചൊല്ലണം. വളരെയധികം മാറ്റം നമുക്ക് ഉണ്ടാവും. അപ്പോൾ കൃഷ്ണ ഭഗവാനെ ആയാലും നാരദരെ ആയാലും തെറ്റായ നമ്മുടെ പല പല കാഴ്ചപ്പാടുകൾ മാറ്റിയിട്ട് ആ മഹാത്മാക്കളെ നമ്മുടെ ഉള്ളിൽ കണ്ട് ധ്യാനിക്കുക. എല്ലാം ഇവിടെയുണ്ട്. കൃഷ് എന്ന് പറഞ്ഞാൽ സത്ത്, നാ എന്ന് പറഞ്ഞാൽ ആനന്ദം, ശ്രീയും കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഐശ്വര്യമായ ലക്ഷ്മി ദേവതയാണ്. ലക്ഷ്മി ഒരു സ്ഥലത്തും ഇരിക്കില്ല. ലക്ഷ്മി അസ്ഥിരയാണ്. കേട്ടിട്ടുണ്ടാവല്ലോ കഥ. പശുക്കളുടെ ശരീരത്തിലല്ല, ഗോമാതാവിൻ്റെ ശരീരത്തിലല്ല ദേവതകളുണ്ട്. അപ്പോൾ ലക്ഷ്മിക്ക് തോന്നിയത്ര എനിക്കും താങ്കളുടെ ശരീരത്തിൽ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഗോമാതാവ് പറഞ്ഞു എന്നാണ്, അസ്ഥിരമായ വസ്തുക്കൾ എൻ്റെ ശരീരത്തിൽ ഇരിക്കണ്ട. കാരണം ഇന്ന് നീ എൻ്റെ ശരീരത്തിലിരിക്കും, നാളെ വീണ്ടും ഇറങ്ങിപ്പോവും. അല്ലല്ല, അങ്ങനെ ഞാൻ ചെയ്യില്ല. എന്താ ഒരു കാര്യം ചെയ്യൂ, എൻ്റെ പുറകുവശത്തിരുന്നോളൂ എന്ന് പറഞ്ഞു. പുറകുവശത്തിരുന്നപ്പോൾ എന്തായ സ്ഥിതി? പാലിനേക്കാളും വിലയാണ് മൂത്രത്തിന്. പാലിനേക്കാളും വിലയാണ് മൂത്രത്തിനും ചാണകത്തിനും. കാരണം എന്താണ്? ലക്ഷ്മിയാണ് അവിടെ ആ വശത്തിരിക്കുന്നത്.
ഗോക്കൾ നമ്മുടെ മാതാവ് തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. പല ഡിബേറ്റും നടക്കുന്നുണ്ട്, കാള നിങ്ങളുടെ അച്ഛനാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഗോക്കൾ നിങ്ങളുടെ മാതാവാണെങ്കിൽ കാള അച്ഛനാണോ എന്ന് ചോദിച്ചു. കാളയും ഗോക്കളും ചേർന്നിട്ടല്ല മനുഷ്യനുണ്ടാവുന്നത്. പക്ഷേ ഗോക്കളുടെ അടുത്ത ജന്മം മനുഷ്യജന്മമാണ്. വളരെ ക്ലിയറാണ്. ജതിസ്മരൻ എന്നാണ് ആ ശാസ്ത്രശാഖയുടെ പേര്, ജതിസ്മരൻ. അത് നമുക്ക് പറഞ്ഞു തന്നത് ബുദ്ധൻ്റെ ശിഷ്യനായിട്ടുള്ള ബോധിധർമ്മനാണ്. അനേകം ലക്ഷക്കണക്കിന് ആൾക്കാരെ അദ്ദേഹം ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് ചോദിക്കുക, നിങ്ങളുടെ കഴിഞ്ഞ ജന്മങ്ങൾ ആരായിരുന്നു? അങ്ങനെ നോക്കി 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 അവർ പറഞ്ഞു അത്രേ, പശുവാണ് നമ്മുടെ മനുഷ്യന് മുമ്പുള്ള ജന്മം. അപ്പം എല്ലാ ആളുകളുടെയും മാതാവ് ആരാണ്? ആത്മതലത്തിൽ നമ്മുടെയൊക്കെ മാതാവ് ഗോക്കളാണ്, പശുക്കളാണ്. ആ കാരുണ്യം നിങ്ങൾ ശ്രദ്ധിക്കൂ. ആ പശുവിൻ്റെ കണ്ണുകളിൽ കാണാം. വീടുകളിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ പശുവും കരയും. അത്രയും ബുദ്ധി അതിനുണ്ട്. വെറും ആർക്കും ആവശ്യമില്ലാത്ത പുല്ലും മറ്റുള്ള വസ്തുക്കളും കഴിച്ചുകൊണ്ട് നമുക്ക് അമൃതമായിട്ടുള്ള പാലിന് തരാൻ. ആ ഒരു പ്രോസസ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പുല്ല് കഴിച്ചിട്ട് ഒരു വസ്തു അമൃത് തരാണ്, പാല്. അതിൽ നിന്ന് നെയ്യുണ്ടാക്കണം. അതിന് മൂത്രം അത്രയും കേമം, അതിന് ചാണകം അത്രയും കേമം. എത്രയോ ബാക്ടീരിയാസ് ഉണ്ട് അതിലൊക്കെ, നമ്മുടെ ഇവിടെയൊക്കെ പുണ്യമാക്കാൻ പോകുന്ന തരത്തിലുള്ള. അപ്പം ഇത്രയും ഒരു വിവരമുള്ളൊരു ജനത, ഇത്രയും ഉയർന്ന ഒരു ജനതയാണ് ഭാരതം. എല്ലാം ശാസ്ത്രങ്ങളും പഠിച്ചിവിടെ അവതരിപ്പിച്ചിട്ട് ദർശിച്ചവരാണ്. നമ്മുടെ ഋഷിമാരൊക്കെ, വ്യാസഭഗവാനാവട്ടെ, അനേകം ആളുകളുണ്ട് ഋഷിമാർ. അവരൊക്കെ ചിന്തകന്മാരല്ല. ബാക്കിയുള്ള രാജ്യങ്ങളിൽ ചിന്തകന്മാരേ ഉള്ളൂ, തത്വചിന്തകന്മാരാണ്. പക്ഷേ ഭാരതത്തിൽ തത്വത്തെ ദർശിച്ചവരാണ് ഉള്ളത്. അത് വലിയൊരു തലമാണ്. വേറെ ഒരു ദിവസം നമുക്കത് ചർച്ച ചെയ്യാം. അത്രയും ഗ്രേറ്റ്നെസ് ആയിട്ടുള്ളതാണ് ഭാരതം. ബാസിൽ രതിയുള്ള ജനത, അറിവിൽ പ്രകാശത്തിൽ രതിയുള്ള ജനത. അതിന് ഉദാഹരണമാണല്ലോ കാശി എന്ന് പറയുന്നത്. പ്രകാശം എന്ന് പറയുന്ന വാക്കിനാണ് കാശി എന്നാണ്, പ്രകാശിക്കുന്നത്, നശിക്കില്ല. മഹാദേവൻ്റെ ആ തൃശൂലത്തിൻ്റെ മുകളിലാണ് കാശി സ്ഥിതി ചെയ്യുന്നത്. എത്ര പ്രളയം വന്നാലും കാശി കാശിയായിട്ട് തന്നെ അവിടെ ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം, നമ്മൾ കാണുന്ന കാശിയല്ല യഥാർത്ഥ കാശി, അങ്ങനെയുണ്ട്. നമ്മൾ കാണുന്ന മമ്മിയൂരല്ല ശരിക്കുള്ള മമ്മിയൂര്. എന്താ കാരണം? നമ്മൾ ആ തലത്തിലാണ് നിൽക്കുന്നത്. ഞാൻ എവിടെ നിൽക്കുന്നതാണ് ചോദ്യം. ഞാനൊരു കള്ളനാണെങ്കിൽ ഞാൻ കാണുന്നതൊക്കെ കള്ളന്മാരായി മാറും. ഞാൻ കാണുന്നത് കള്ളനെയാവുള്ളൂ. ഒരു വ്യക്തി പറഞ്ഞു, രമണ മഹർഷിയെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു, അല്ല സന്തോഷ് പ്രഭു, ഇപ്പോൾ എല്ലാ ആൾക്കാരും രമണ ഭക്തന്മാരാണത്രേ. എല്ലാ ആൾക്കാരും രമണ ഭക്തന്മാരെ അവർ കാണാമെന്ന്. എങ്ങനെ കാണുന്നു? ഞാൻ എന്താണോ ദൃഷ്ടി, യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി. ഈ ലോകം മോശമാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഞാൻ മോശമാണെന്നാണ്. എൻ്റെ ചിന്താഗതിയും ദൃഷ്ടിയും മാറുമ്പോൾ ലോകവും മാറും. അതുകൊണ്ട് ആരോടും പരാതി പറയാൻ പോകണ്ട, ഈ ലോകം ഇങ്ങനെ ആയല്ലോ. അല്ല, ലോകം അങ്ങനെ ആയതല്ല, നമ്മൾ അങ്ങനെ ആയതാണ്. നമ്മൾ മാറുമ്പോൾ ലോകവും മാറും. കുഞ്ഞിനി മാഷ് പറഞ്ഞു കേട്ടിട്ടില്ലേ? അവനവൻ നന്നാവും, ആ സൂത്രം മാത്രമേ ചെയ്യാവുള്ളൂ. ബാക്കി എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കോളും. ഞാനാണ് മാറേണ്ടത് എന്നുള്ളത്. മറ്റുള്ളവരിൽ നമ്മൾ പരാതികൾ ആരോപിക്കാൻ നിന്നു കഴിഞ്ഞാൽ അതിന് അന്തം ഉണ്ടാവില്ല. നന്നാവണം എന്ത് ചെയ്യണം? നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ. കുറ്റം ഞാൻ എന്നിൽ കാണണം, എന്നാൽ മാത്രമേ എനിക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ. എല്ലാ കാര്യങ്ങളിലും ഞാൻ മറ്റുള്ളവരെ ആരോപിക്കുക, അയാൾ ശരിയല്ല, ഇയാൾ ശരിയല്ല, മറ്റവൻ ശരിയല്ല. അവരല്ല ശരിയാവാത്തത്. ആരാണ്? ഞാനാണ് മാറേണ്ടത്. ഈ രഹസ്യം മനസ്സിലായിട്ടുള്ളൊരു ജീവിതം വളരെ ധന്യമായിരിക്കും, വളരെ ധന്യം. ഞാനൊരു ഇവിടെ ഒരു ഹോട്ടലിൽ പോയി ചായ കുടിച്ചപ്പോൾ അവിടെ രണ്ട് അമ്മമാർ നിന്നിട്ട് അവരുടെ മക്കളെക്കുറിച്ചൊക്കെ കുറ്റം പറയണം. അയാൾ ശരിയല്ല, ഇയാൾ സംസാരിക്കുന്നില്ല എന്നോട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, കുഴപ്പം നിങ്ങളുടെയാണ്. നമ്മളാണ് അവരങ്ങനെ ആക്കിയത്. നമ്മളെന്ത് പറഞ്ഞു അവരോട്? ധനമുണ്ടാക്കൂ, നീ നിൻ്റെ കാര്യം നോക്കൂ. അവർ പിന്നെ അവരെ കാര്യമില്ലേ നോക്കുള്ളൂ. നമ്മളവർക്ക് മാതൃകയാവുന്നില്ല. എങ്ങനെ
നമ്മുടെ അമ്മയെ നോക്കണം, എങ്ങനെ അച്ഛനെ നോക്കണം. എല്ലാവരും വിദേശത്താണ്, ഓസ്ട്രേലിയ, അമേരിക്ക, കാനഡ. അച്ഛനും അമ്മയും ഇവിടെ. ആ പുത്രൻ്റെ ധർമ്മം ശരിക്കും എന്താണ്? ഈ അച്ഛനും അമ്മയും മരണസമയത്ത് അവരെ ഭയമില്ലാതെ വൈകുണ്ഠത്തിലേക്ക് എത്തിക്കണ്ടേ? അതിൽ പുത്രൻ എന്ന് പറയുന്നത് ആ പും എന്ന് പറയുന്ന നാമമാകുന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവനാണല്ലോ. അത് സംഭവിക്കുന്നില്ല. അപ്പോൾ പുത്രധർമ്മം ആ വ്യക്തി ചെയ്യുന്നില്ല. അച്ഛനെ അമ്മയുടെ ധർമ്മം എന്താണ്? കുട്ടിയെ നേരായ വഴിക്ക് ധർമ്മ പഠനം കൊടുത്തിട്ട് ഇവിടെ നിർത്തിക്കൊണ്ട് അവനെ ഉയർത്താനുള്ളതാണ്. അപ്പോൾ ധനമുണ്ടാക്കുക മാത്രമല്ല നമ്മുടെ ജീവിത ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യമാവേണ്ടത് മോക്ഷമാണ്. അങ്ങനെയുള്ളവർക്കാണ് നമ്മുടെ നമസ്കാരം. ഏറ്റവും വലിയ ധനികനല്ല, അതിപ്പോൾ ഒരു ട്രെൻഡാണ്. വിദേശത്തൊക്കെ അങ്ങനെയാണ്, ഏറ്റവും കോടികളുള്ളവർ. ഇപ്പോഴും നമ്മളങ്ങനെ പറഞ്ഞു തുടങ്ങിയില്ലേ, ബെൻസുള്ള ആൾ, ഓടിയുള്ള ആൾ എന്നൊക്കെ. അങ്ങനെയല്ല പറയേണ്ടത്. അദ്ദേഹം നമുക്ക് എന്ത് ചെയ്തു എന്നുള്ളതാണ്. കേട്ടിട്ടില്ലേ? ചുവന്ന ചെമ്പരത്തി. എന്താ താല്പര്യം? എന്താ അങ്ങനെ പറയാൻ കാരണം? ആ ചെമ്പരത്തി ചുമപ്പ് മാത്രം വിട്ടുകൊടുത്തു, ബാക്കി 6 നിറങ്ങളും പിടിച്ചു വച്ചിരിക്കുക. നമ്മൾ കാണുന്നത് എന്താ? ഒരു ചുമന്ന ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ ചുമപ്പ് മാത്രം വിട്ടുകൊടുത്തു, ബാക്കി 6 കളറും ആ വസ്തു പിടിച്ചു വച്ചിരിക്കുകയാണ്. നമ്മൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ആ വസ്തു ചുമന്ന ചെമ്പരത്തി. എന്താണോ വിട്ടുകൊടുത്തത്, എന്താണോ ത്യജിച്ചത്, ആ പേരിലാണ് നമ്മൾ അറിയപ്പെടാം. എന്തുകൊണ്ടാണ് ഗുരുദേവൻ ഇവിടെ അറിയപ്പെടുന്നത്? ശ്രീനാരായണ ഗുരുദേവൻ എല്ലാവർക്കും അറിയാം അല്ലേ? ചട്ടമ്പി സ്വാമികളെ എല്ലാവർക്കും അറിയാം. ആദി ശങ്കരാചാര്യരെ എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട് എൻ്റെ മുത്തച്ഛൻ അറിയുന്നില്ല? ശ്രദ്ധിക്കണ്ടേ? നമുക്കുണ്ടല്ലോ ആ കാലഘട്ടത്തിൽ പല വ്യക്തികളും മുത്തച്ഛനൊക്കെ ഉണ്ടാവും. അവരാരും അറിയപ്പെടുന്നില്ലല്ലോ. എന്താ കാരണം? അവരാരും ലോക നന്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിച്ചിട്ടുണ്ടാവും, അല്ലാതിരിക്കാം. അപ്പോൾ ഒരു വ്യക്തിയെ അറിയപ്പെടുന്നത് അദ്ദേഹം ലോകത്തിന് വേണ്ടി എന്ത് ത്യാഗം സഹിച്ചു. അല്ലെങ്കിൽ എവിടെയും ആരും ഒന്നും എഴുതി വയ്ക്കില്ല. അപ്പോൾ എന്തായാലും എന്നെ ഇവിടെ ക്ഷണിച്ച അതിൻ്റെ ഭാരവാഹിയോട് നന്ദി പറയുന്നു. എക്സിക്യൂട്ടീവ് ഓഫീസർ ബൈജു സാറ്, ചെയർമാൻ, സെക്രട്ടറി എല്ലാവരും ഇവിടെ ക്ഷണിച്ചു. അതിന് നന്ദിയുണ്ട്. അഭിഷേകം വളരെ ഗംഭീരമായിട്ട് കാണാൻ പറ്റി മഹാദേവൻ്റെ. ആ ഭാഗ്യം നിങ്ങളെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. 8 മണിക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാമായിരുന്നു. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ആ ശിവലിംഗത്തിൽ ഇങ്ങനെ ധാര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നിരന്തരമായിട്ടിങ്ങനെ ധാര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഹാദേവൻ എല്ലാവർക്കും അനുഗ്രഹം തരട്ടെ. നമ്മുടെ ഗ്രാമദേവത ആയിട്ടുള്ളത് ഇവിടെ എല്ലാ ദിവസവും വരണം. ആ ഒരു എനർജി നമ്മുടെ ലക്ഷ്യമാവേണ്ടത് ഈശ്വരനായി മാറാന്നുള്ളതാണ്. എല്ലാവരും മഹാദേവനിൽ ലയിക്കട്ടെ. ആ ഒരു ചിന്ത. നാരായണ നാരായണ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവസാന നിമിഷത്തിൽ പറഞ്ഞാൽ എന്തു പറ്റും? ഈ വിമാനം വരും. പിന്നെ നമ്മൾ കയറായിട്ട് വരില്ല. ആര്? കയറായിട്ട് നമ്മുടെ യമധർമ്മൻ്റെ ദൂതന്മാർ വരില്ല. എന്ത് ചെയ്താൽ മതി? വളരെ സിമ്പിളാണ്. നാരായണ നാരായണ. ഇനി പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുട്ടികൾക്ക് പേരിട്ടോളൂ. അജാമിളം എന്ന് പറഞ്ഞൊരു വ്യക്തി ചെയ്തതാണ്. അജാമിളം എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് ഭാഗവതത്തിൽ. അദ്ദേഹത്തിനോട് നാരദൻ പറഞ്ഞു അത്രേ. നല്ല ആളായിരുന്നു. പിന്നെ കുറേ അധർമ്മങ്ങൾ ചെയ്തപ്പോൾ അവസാന സമയത്ത് പറഞ്ഞു അത്രേ, കുട്ടികൾക്കൊരു കുട്ടിക്ക് നാരായണ എന്ന് പേരിട്ടു അദ്ദേഹം. അവസാന മരണസമയത്ത് അദ്ദേഹം വിളിച്ചത് ആരെയാണ്? കുട്ടീനെ വിളിച്ചത് നാരായണ നാരായണാണ്. എന്തു പറ്റി? ഈ യമധർമ്മൻ്റെ ആൾക്കാർക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ വലിച്ചു കൊണ്ടുപോകും, ബുദ്ധിമുട്ടാണ്. മറ്റത് ഈ വിഷ്ണുവിൻ്റെ പാർഷദന്മാർ വന്ന് വിമാനത്തിൽ കൊണ്ടുപോയി എന്നാണ് കഥ. ഇത് കഥയല്ല, യാഥാർത്ഥ്യമാണ്. വ്യാസഭഗവാൻ നമുക്ക് പറഞ്ഞു തരാണ്. കാരണം ആയിരക്കണക്കിന് വർഷം എനിക്ക് തപസ്സൊന്നും ചെയ്യാൻ പറ്റില്ല ഈ കാലഘട്ടത്തിൽ. കാരണം ആകെ 70, 80, 100 ആയിരിക്കും ജീവിക്കുന്നത്. അങ്ങനെയുള്ള ജനതയ്ക്ക് 1000 കൊല്ലം എങ്ങനെയാണ് തപസ് ചെയ്യാൻ പറ്റാം? ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇത്ര നാമസ്മരണ, ഭാഗവത പാരായണം കേൾക്കുക. നമ്മുടെ ആ ചിന്താഗതി മാറും. പിന്നെ നമുക്ക് വൈകുണ്ഠമായിരിക്കും. ഒരു കുണ്ടം എന്ന തടസ്സം ഉണ്ടാവില്ല. എല്ലാ വസ്തുവിനും സമമായിട്ട് കാണാൻ പറ്റും. ജയമായാലും പരാജയമായാലും എല്ലാ വസ്തുവിനും നമുക്ക് ഒരേപോലെ കാണാവുന്ന ഒരു സമദർശിത്വമാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത്. എല്ലാവരും അത് വായിക്കുക, പാരായണം ചെയ്യുക. വീണ്ടും നിങ്ങൾക്കൊക്കെ നന്ദി പറയാണ്.
ഇത്രയും ആളുകൾ വന്ന് ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ സമയം കളഞ്ഞതാണല്ലോ. വേറെ പലതും ചെയ്യാവുന്ന പലരും ഉണ്ടാവും ഇവിടെ. അതൊക്കെ നിർത്തി വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അവർക്ക് എല്ലാവർക്കും വീണ്ടും ഞാൻ നന്ദി പറയാണ്. എല്ലാവരും ബ്രഹ്മം തന്നെയാണ്, എല്ലാവരും ഈശ്വരൻ തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും നന്ദി പറയണം. നിർത്തും. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.